അത് ഉള്ളി ചോയക്കൂട്ടോ. അത് നല്ലോണം കേൾക്കണം. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് തിന്നുമ്പോ ഉള്ളിന്റെ ചോയ. ഇത് ഞാൻ പറഞ്ഞുതരാം. മുളക് അരിയും കേൾക്കൂല ഒറ്റ വെക്കല്. ഇഞ്ചി അരിയും ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മള് ആപ്പിൾ അരിയും പാടല്ലോ, ആപ്പിളിന് മുളക് ചോയ കേട്ടോ. ഈ സാധനം പോലും കഴിക്കിട്ടില്ലേ അതേപോലെ തന്നെ മുളക് ഉള്ളി എല്ലാം ഉണ്ടാവും. ഇവരെ എല്ലാരെയും പാടും ഇങ്ങോട്ട് കൊണ്ടുവരലാണ് ഏറ്റവും വലിയ ചടങ്ങ്. ഫുഡ് ഉണ്ടാക്കാൻ ഇത്രയൊക്കെ പണിയില്ല. ഇവരെ എല്ലാരെയും തിന്നാൻ വെച്ച ഉണ്ടാക്കിയ സാധനം തിന്നാനാണ് ഭയങ്കര പണി. ഇമ്മമാനെ അവിടെ കൊണ്ടുവന്ന് എടുത്ത് വെക്കും. എന്നിട്ട് ഇമ്മാനെ കൊണ്ടുവരാൻ വേണ്ടി അവിടെ പോകും. അപ്പൊ ഇതിനങ്ങോട്ട് ഇമ്മമ്മ താ പോണം അങ്ങോട്ട്. അതാണ് സ്ഥിതി. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഇന്ന് എത്രാമത്തെ നോമ്പാണ്? ഇന്ന് 5ാമത്തെ നോമ്പ്. കഴിഞ്ഞ വ്യാഴാഴ്ച നോമ്പ് തുടങ്ങിയത്. കഴിഞ്ഞ വ്യാഴ്ച നോമ്പ് തുടങ്ങിയ കഴിഞ്ഞ വ്യാഴ്ച നോമ്പ് തുടങ്ങും. ഇന്ന് നഞ്ചോ ചൊവ്വാഴ്ച തിങ്കളാഴ്ച. പിന്നെ 5ാമത്തെ നോമ്പാ? വ്യാഴാഴ്ച, വ്യാഴം 1 വെള്ളിയാണ്ട് ശനി ഇമ്മമാക്ക് ഇപ്പൊ എത്ര നോമ്പായി? അമ്മക്ക് എത്ര നോമ്പായി? എല്ലാവർക്കും ഈ മാസത്തെ നോമ്പ് ഇന്ന് എല്ലാവർക്കും 5 തന്നെയാണ്. മൊത്തം നോറ്റിക്കണോ? ഇതുവരെ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് പടച്ചോന്റെ കൃപ കൊണ്ട് ഉമ്മമാക്ക് യാതൊരു കേടുമില്ല. പഠിച്ച സഹായിച്ചിട്ട് ഈ നോൽമ്പ് 30 ഉണ്ടെങ്കിൽ 30 നോൽക്കാൻ ആവതല്ല തരട്ടെ. ഇപ്പൊ ഇതുവരെയായിട്ട് മമ്മ എന്താ പറയാ നല്ലോണം കൊയങ്ങാണ് മമ്മേ. വൈകുന്നേരം ആ നേരത്തെ മമ്മാനെ കണ്ണും മുറക്കെ കാണണം. പഠിത്തം നന്നല്ലേ ഇപ്പൊ എല്ലാവർക്കും. ശരിയാണ്. കുട്ടികൾക്ക് വരെ 7 വയസ്സ് കഴിഞ്ഞാൽ കുട്ടിക്ക് വരെ നോൽമ്പോൽക്ക പഠിത്തം നന്നാണ്. അപ്പൊ പഠിത്തന്റെ കൽപ്പനയാണ് അത് അതുമാർക്ക് അനുസരിച്ച. എന്തായാലും ഗൈസ് ഇപ്പൊ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. നമുക്ക് 30 പിടിച്ചിട്ടല്ലേ പിടിച്ചുള്ള ആരോഗ്യം ആയുസുണ്ട്. ഓക്കെ ഗൈസ്, നമ്മള് ഇന്നത്തെ നമ്മളെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇമ്മ പറഞ്ഞിരുന്നു. എന്താണ് നമുക്ക് പരിപാടി? എന്താണ് നമ്മള് ചെറുമട്ടത്തിലൊരു ബിരിയാണി വെച്ചാണ്ട് വലിയ മട്ടത്തിലാണ് സാധനങ്ങൾ ഞങ്ങൾ ഇപ്പൊ പോയി വാങ്ങിക്കൊണ്ടു. ബിരിയാണി ആയിക്കോട്ടെ. ബിരിയാണി ആയിക്കോട്ടെ. അല്ല ബിരിയാണി മാത്രമേ ഉള്ളൂ. ഇനി സമൂസ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി വെച്ചേക്കണം ഫ്രിഡ്ജില്. സമൂസ കാണുന്നില്ലല്ലോ. ചിക്കൻ ബിരിയാണി ഫ്രൂട്ട്സ് വൈകുന്നേരം ടൈമല്ലേ ഇവിടെ കൊണ്ടുവന്നാണ്ട് ഫ്രിഡ്ജിൽ വത്തക്കയും പിന്നെ ഇതും വെള്ളം അതൊക്കെ മതി. ചെറുതിട്ടുള്ള സാധനങ്ങളൊക്കെ മതി. പിന്നെ നമ്മൾക്ക് ഇന്ന് ഇവിടെ പെരിയിൽ നിങ്ങൾ ആരും ഇവിടെ ഇല്ലേനി. ഒരു കാക്കിയും താത്തയും വന്നേനെ. അപ്പൊ നമ്മക്ക് നോമ്പിന് കിറ്റ് കുറെ കൊണ്ടുവന്നു. കുറച്ചോനായിട്ട് ഞങ്ങൾക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ. അതായത് ഞങ്ങള് ഇപ്പൊ ഇവിടെ അല്ല, ഇമ്മ ഒറ്റക്കുള്ള ഇവിടെ. അപ്പം ഇവിടെ ഞമ്മടെ അടുത്ത് തന്നെയല്ലേ ചുങ്കത്തന്നെ കൊടുത്താണ്. അറിഞ്ഞ കാണാൻ വന്നതാണ്. മമ്മാനെ കാണാൻ വന്നത്. പക്ഷെ മമ്മാനെ കാണാൻ കിട്ടിയില്ല. നമുക്ക് എവിടെയാണ് വല്ല പേരാവ നമുക്ക് ഒരു ദിവസം പോകാം. നോക്കാം ഇത്രയും സാധനങ്ങളായിട്ട് തോലും പറഞ്ഞിട്ട് പോയാലോ. ഓൽക്കൊരു കിറ്റ് കിട്ടി. അപ്പൊ അതിലൊരു കിറ്റ് ഇമ്മമാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവന്ന നമുക്ക് എന്തോ ഒരു സാധനങ്ങൾ. ആ കിറ്റ് കൊടുത്ത കൂട്ടിൽ പറഞ്ഞേക്കും അതോ ഇവര് ചോദിച്ചു വാങ്ങിയേക്കും. ഇനി ഓൽക്ക് ഒരുപാട് കിറ്റ് കൊടുക്കാല്ലേ, അയാൾക്കായിട്ട് കൊടുക്കാല്ല വീതിയുള്ള കൊടുക്കട്ടെ. ഞങ്ങൾ ഇവിടെ അല്ല, ഇമ്മ മാത്രമുള്ള ഇവിടെ. അപ്പൊ ഉമ്മമാനെ കാണാൻ വന്നതാണ്. പക്ഷെ ഉമ്മമാനെ കാണാൻ പറ്റിയില്ലല്ലേ? കാണാൻ പറ്റില്ല. നമുക്ക് അവിടെ പോയി കാണാം. ഇൻഷാ അല്ലാ നമുക്ക് എന്തായാലും കാണണ്ടോലെ. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി ആണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കലാണ്. ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കലാപരിപാടികൾ ബിരിയാണി അരി, ചോറ്റരി, പഞ്ചസാര, മുളക്, തരിക്കഞ്ഞ് ഉണ്ടാക്കലുണ്ട്. പക്ഷെ എന്തേലും ആവട്ടെ. നമുക്കില്ല പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാക്കുന്ന സാധനങ്ങൾ അരിയാണ്ട് ഒരുപാട് പണി ഇനി കടക്കണുണ്ട്. മമ്മ പണിയെടുക്കാൻ കൂടി തരുന്നുണ്ടെന്ന്. പിന്നെ പച്ചമുളക് കുറച്ചുണ്ടേനി. അപ്പൊ ഞാൻ അതാണ് ചതച്ച് വെച്ചിക്കണേ. അത് ഫ്രീസറിൽ ഇഞ്ചി വെക്കണേ. ഒക്കെ ഇവിടെ അരച്ചാണ്ട് സെറ്റ് ആക്കി വെച്ചിരിക്കണേ. അല്ലല്ല നമുക്ക് ഫ്രീസറിലാണ് വെച്ചത്. അത് കേടന്ന് പോകാണേ. മുളകില്ലേ ഇഞ്ചി നമുക്ക് ഇത്രയും നാളിന് നോമ്പിന് അതായത് നമ്മള് ഇടക്കിടക്ക് ഈ മുളക് ഇതൊക്കെ കൊണ്ടുവന്നാല് ഫ്രിഡ്ജിലൊക്കെ ഇത് കുറച്ച് കഴിയുമ്പോ കേടായി പോകും. അരച്ച് വെച്ച് കഴിഞ്ഞാൽ കേടാവില്ല എന്ന് പറയുന്നത്. ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പൊ അതങ്ങനെ കടന്നോളും. ഇത് മാത്രല്ല കേട്ടോ ഇതാക്കണേ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി, അതേമാതിരി പച്ചമുളക്. ഈ 3 സാധനങ്ങൾ ഉമ്മ അരച്ചാണ് സെറ്റ് ആക്കി വെച്ചിരിക്കണം. അതാവുമ്പോ എന്താ പറയുക എടുത്ത് വെച്ചാൽ മതി. നമുക്ക് അത്യാവശ്യം കുറച്ച് ദിവസമെങ്കിലും കിട്ടും തോന്നുന്നില്ലേ? ഒരു കേടും വരില്ല. അപ്പൊ നമുക്ക് ഇനി എല്ലാ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ പോയി കേൾക്കണം. പിന്നെ ഉള്ളി അരിയാണ്ട്, പിന്നെ അതേപോലെ അതുണ്ട്. അതൊക്കെ ഇതൊക്കെ നമുക്ക് എടുത്തേക്കാം അല്ലേ? എന്നാ ഈ പരിപാടികൾ തുടങ്ങല്ലേ? എന്നാ ഗൈസ് ഞങ്ങൾക്ക് ഒരു ഭാഗത്തുനിന്നാണ് തുടങ്ങി വെക്കാം. തുടങ്ങിക്കോളി. ഞാൻ അരക്കാത്ത വെക്കണേ. അതാണ്ട് എടുത്ത് വെച്ചാളേ.
ബിരിയാണിക്ക് വേണ്ടിയ സാധനങ്ങളെല്ലാം സാധനം ഇതാക്കിയിട്ടില്ലേ? എന്താ കോഴി എന്തും വാങ്ങാനൊന്നുമില്ലല്ലോ. ഇവിടെ ഞങ്ങളോട് പോയപ്പോ ഒരു ലിസ്റ്റ് തന്നിന്, ആ ലിസ്റ്റ് അതേപോലെ ഞങ്ങൾ വാങ്ങിക്കൊണ്ടു. ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് ഞങ്ങൾ അറിയില്ലേ. ഇവിടെ ഉണ്ട് ചിക്കൻ ഉണ്ട്. ചിക്കൻ കഴുകാനല്ലേ? ചിക്കൻ കീകാണ്. ഇന്ന് ആരാ ചിക്കൻ കീകാൻ പോണം? അമ്മേ. ആരാ? ഉമ്മേ. അപ്പൊ ഇവിടെ ആരാ അരിയണ? ആരൊക്കെ? ഉമ്മ അരിയണോ? ഉള്ളി ഒളിച്ചട്ടെ. ഉള്ളി ഒളിച്ചല്. എന്നാ ഞാനും ഉമ്മയും കൂടി ഉള്ളി ഒളിച്ചല് തുടങ്ങാല്ലേ അമ്മ? ഏത് ഇത് ചെറുള്ളി ഉണ്ടപ്പോ? വെല്ലുള്ളി മാത്രം മതി. വെല്ലുള്ളി ആണോ? എന്നാ അമ്മ ചെറുള്ളി കുറച്ച് എടുത്തോളി. ഞാനും ഉമ്മയും പോയിട്ടാണ്ട് ഇനി ചെറുള്ളിയും ഉള്ളി ഇതൊക്കെ അരിയട്ടെ. അപ്പത്തിന് ഇമ്മ പോയാണ്ട് ചിക്കനും കഴിക്കട്ടെ. എനക്കെന്താ പരിപാടി? പോട്ടെ. ആ എന്നാ ഓക്കെ. എന്നാ മലത്ത് പോയാണ്ട് പോര്. ഗൈസ് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ചിക്കൻ കഴിക്കണത്. കണ്ടില്ലേ? ഇത് ഈ കൊട്ടക്ക് എത്രയമ്മ? ഈ കൊട്ട ഞാൻ പണ്ടേ ആ പിന്നെ മലപ്പുറത്ത് നിക്കാൻ പോയില്ലേ, ആ അപ്പൊ അവിടുത്തെ താത്ത ഇതിങ്ങനെ ഉണ്ടാക്കണുണ്ട്. ആണോ? അപ്പൊ ഇങ്ങനെയാണോ സംഭവം? പാത്രത്തിന്റെ ആവശ്യമില്ല കേട്ടോ ഗൈസ്. ഇതേപോലത്തെ ഒരു കൊട്ട വാങ്ങിയാൽ മതി. ഇത് എന്ത് കൊട്ടയാണ്? ഇത് ഈ ടൈലൊക്കെ കൊണ്ടുവരുന്ന കൊട്ടല്ലേ, ആ കയറില്ലേ, ആ ആദ്യമായിട്ട് ആ താത്ത പിരിച്ചുണ്ടാക്കിയതാ. ഇത് ഗൈസ് അപ്പോൾ ഇത് സാധാരണ ടൈലൊക്കെ ഇതാക്കാനേ ഉപയോഗിക്കല്. ഇത് നമ്മൾ ചിക്കൻ കഴിക്കാനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് ഒരു കൊട്ട ഉണ്ടാക്കി, നല്ലൊരു കൊട്ടയാണേ. കൊറേ ആരുണ്ടാക്കിയാണ്? ആ താത്ത ഉണ്ടാക്കിയാണോ? കൈ കൊണ്ട് ഉണ്ടാക്കിയതാ? അത് പീടിന്ന് വാങ്ങാൻ കിട്ടണല്ലേ? എന്നിട്ട് ഞാനും ഉണ്ടാക്കാൻ കൂടിയാ ഇങ്ങനെ ഉണ്ടാക്കണപ്പേ. അപ്പൊ ഞാനും പഠിച്ചീനി. ഇപ്പൊ ഞാൻ മറന്നു. ഇപ്പൊ എത്ര കൊല്ലായി ഇത്? 5-6 കൊല്ലേക്കണ് ഇത് നമ്മക്ക് കിട്ടിയിട്ട്. കേടരാതെക്കണൊക്കെ ഇപ്പോഴും. ഞങ്ങൾ ഉള്ളി പൊളിച്ചൽ ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഉമ്മയും കൂടി. ഇമ്മ ആക്കണ അവൾ ഉള്ളിലാക്കണേ. എന്താ പരിപാടി? ആ ചിക്കൻ കഴിക്കുക. ആ ഉമ്മ ചിക്കൻ കൈ കൊണ്ടു. ഇന്ത്യയും ഉമ്മമാന്റെയും പരിപാടി ഇതാക്കണം. ഉള്ളി ഇതാക്കിക്കൊണ്ടിരിക്കാം. ഗൈസ് അവിടെ അമ്പലത്തിൽ കൊട്ടും പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇതാ അവിടെ കണ്ടൊരു മലങ്ങള്. ആ മലന്റെ അവിടെ കണ്ടില്ല? അമ്പലാണ്. അവിടെ ഒരു അമ്പലാണ്. എടാ ഞങ്ങളുടെ അമ്പലം അല്ല പൂരം ഉണ്ടായിട്ട് കഴിഞ്ഞോലം ഉണ്ടായതല്ലേ? ഈ കൊല്ലം എന്നാ അറിയോ ഉമ്മക്ക്? ഇക്കൊല്ലം കഴിഞ്ഞു പോയി പൂരൊക്കെ. ആണോ? ആണോ മാമ? തുടങ്ങണുള്ളടാ പരീക്ഷയുടെ കൊല്ല പരീക്ഷയുടെ ടൈമിലല്ലേ? ഇതിപ്പോ വേറെ എന്തോ ഒരു പൂജയാണ്. ഞങ്ങള് ഇന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇച്ചൊക്കെ ഓർമ്മയുണ്ട്. ഞാനൊക്കെ പീടി കച്ചവടം നടത്തിയത്. എനിക്ക് ഓർമ്മ ഉണ്ടോ? ലാഭമൊന്നുമില്ലെങ്കിലും ലാഭം ഫുള്ള് നഷ്ടമാക്കിയാണ്. പക്ഷെ പീടി കച്ചവടം നടത്തും. ആ കച്ചവടത്തിന്റെ കമ്പൈ അങ്ങനെ കമ്പം കയറിയിട്ട് ചെറിയ ചെക്കന്മാർ ഞങ്ങൾ കുറെ ആൾക്കാരുണ്ട്. പണ്ടൊക്കെ ഞങ്ങളെ നാട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിനി. ഇപ്പൊ ഒരൊറ്റൊരു മനുഷ്യന്മാരില്ല. പണ്ടൊക്കെ പൂരത്തിന് ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ അല്ല മാമ? ഇപ്പൊ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ പണ്ടത്തെ വായിക്കൊന്നും ഇപ്പൊ ആൾക്കാരില്ല. കഴിഞ്ഞൊക്കെ ഞാൻ പൂരത്തിന് പോയപ്പോ ആരുമില്ല. കുറച്ച് ആൾക്കാർ മാത്രം. പിന്നെ എല്ലാരും കുറെ ആൾക്കാർ പറയുന്നുണ്ട് അനു പണിയെടുക്കണില്ലാന്ന്. അതിനെ പറ്റി ഉമ്മക്ക് എന്താണ് പറയാനുള്ളത്? ഉമ്മ പണിയെടുക്കണില്ല എന്ന് പറഞ്ഞാല് എന്താ പറയാ? നിങ്ങളോട് എന്താ എടുക്കാൻ പറയുന്നത്? നമ്മള് 4 ആളോട് ആകെ അങ്ങനല്ലേ? അതല്ല ആൾക്കാർ ഇങ്ങോട്ട് നോക്കി പണി ഇപ്പാടെ നിർത്തി. അതായത് അനുവിനെ ഇപ്പൊ എല്ലാരും പറയണത് അനു പണി എടുക്കണില്ല, ഓൻ വെറുതെ ക്യാമറയും പിടിച്ചെടുക്കാണ്, അനു പണി എടുക്കണില്ല എന്നാ പറയുന്നത്. അപ്പൊ ഉമ്മക്ക് എന്താ അവരോട് പറയാനുള്ളത്? ക്യാമറ പിടിച്ച് നടക്കുകയാണെങ്കിൽ അത് എടുക്കാൻ ഒരാൾ വേണ്ടേ? അതാണ് അതൊരു പണിയാണ്. അതൊരു പണിയാണ്. പിന്നെ ഫുൾ ടൈം ക്യാമറ ഓണായി നിൽക്കൂലല്ലോ. അതായത് അങ്ങനെ ടീമിച്ചലും ഇല്ല അടിച്ചു പറഞ്ഞിട്ട്. അതായത് എടുക്കാം എന്തായാലും സഹായിച്ചാലൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനല്ല, പക്ഷെ നമ്മളെല്ലാരും കൂടി കൂടിയാണ് ചെയ്യും. അലക്കാനാണെങ്കിൽ മെഷീനിലിടും. പിന്നെ ഇപ്പൊ അടുപ്പത്തിലെ പണിയല്ലേ? അതിപ്പോ നമുക്ക് 4 ആൾക്കില്ല. എന്താ ഇനി കുറച്ച് വർഗന്റെ മാണങ്ങി എടുത്തോണ്ട് ഇടാന്ന് പറഞ്ഞാൽ പോയി കൊണ്ടുപോയി അറിയില്ല. അതാണ് അങ്ങനൊന്നുമില്ല. പണി എടുക്കേണ്ടടുത്ത് നമ്മള് പണി എടുക്കണ്ട്. പക്ഷെ എടുക്കേണ്ട സമയത്ത് എടുക്കും. ഇവിടെ നനച്ചുള്ളി ഇതൊക്കെ നമ്മളെല്ലാരും കൂടിയാണ് എടുത്തത്. നമ്മളെ കൊണ്ട് പറ്റണ വൈകി നമ്മള് വീഡിയോ എടുത്തു. നമ്മള് പണി എടുക്കില്ല എന്നല്ല, പണി എല്ലാരും എടുക്കണ്ട്. ഇനിയിപ്പോ ആരാണെന്നുണ്ടെങ്കിൽ ഇമ്മമ്മ ആണെന്നുണ്ടെങ്കിൽ പോലും ഇമ്മമ്മക്ക് തീരെ വജ്ജാ വന്നിട്ടും ഇമ്മമ്മ നല്ലോണം പണി എടുക്കും. എല്ലാരും എടുക്കുന്നുണ്ട്. എല്ലാരും പണിയെടുക്കും. അത്രേ ഉള്ളൂ. നമുക്ക് ഇനി ഉള്ളി പൊളിച്ച് പിന്നെ ഇവിടെ പെരിയിൽ തന്നെ പറയാ പുറത്തുനിന്ന് ഒരാളല്ല പറയുന്നത് പണിയെടുക്കണില്ല. തമ്മിലാ പറയുന്നത്. അല്ല പുറത്തുനിന്ന് ആരാ പറയുന്നത്? ഞങ്ങളിപ്പോ എന്തിനാ പറയുന്നത്? അത് ശരി. എന്നാ അങ്ങനെയല്ല പണിയെടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് ആൾക്കാർ പറയുന്നത്. ഒരു വീഡിയോ കണ്ടിട്ടേ ഇപ്പൊ വീഡിയോയിൽ ഇപ്പൊ ഞാന് ക്യാമറയും പിടിച്ചിങ്ങനെ ഇപ്പൊ ഉമ്മമാനെ തെരഞ്ഞിട്ട് ഇന്ന് എന്തിനാ ആൾക്കാർ വന്നത്? അത് പറഞ്ഞാണി ഒന്ന് ഇവിടെ നോക്കി പറഞ്ഞാണി നോക്കട്ടെ. പറഞ്ഞാണി കാണാൻ വേണ്ടിട്ട്. എന്തിന്? എന്തിനാ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട്. എങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടത്? ഇവിടെ നോക്കി വീഡിയോയിൽ കണ്ടിട്ട്. ഈ വീഡിയോ ഒക്കെ ആൾക്കാർ കാണുന്നുണ്ട്. അതെ, ഈ വീഡിയോ കാണുമ്പോഴേ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ വീഡിയോ എടുക്കൂലേ? അപ്പൊ ആ ടൈമില് ഞാനിത് വീഡിയോ എടുത്താണ് നടക്കും. ബാക്കി നിങ്ങളെല്ലാരും നല്ല പണിയിലല്ലേ? എന്നെ കാണില്ല പണിയെടുക്കണത്. അതാണ് ആൾക്കാര് പറയണേ. അങ്ങനെ വീഡിയോ എടുക്കണുണ്ടെന്നില്ല അവരറിയുന്നില്ല.
ഓലെ ബൂതി ഞാൻ അവിടെ വെറുതെ എങ്ങനെ ചെറിയ തോളിട്ട് കുത്തിരിക്കാണ് അതിനെ കുറിച്ച് മമ്മക്ക് എന്താ പറയാല്ലോ എന്നാ ചോദിച്ചത്. പറഞ്ഞിരിക്കണ ഗൈസ് നമുക്ക് ഇനി ഉള്ളി പൊളിച്ച് കഴിഞ്ഞിട്ട് കാണാം. ബാക്കി പരിപാടി പണിയിലാണ്. കണ്ടില്ലേ ഗൈസ്? ബാങ്ക് ഇപ്പൊ കൊടുക്കും. ബാങ്ക് കൊടുക്കാനായ ചിക്കൻ മസാല ഇട്ടാ എടാ ചിക്കൻ മസാല ഇട്ടാ. അപ്പൊ ഗൈസ് നമ്മുടെ അനുവിന്റെ ഉള്ളിയേരി പരിപാടിയൊക്കെ കഴിഞ്ഞിക്കണേ. ഇനി ഞങ്ങളെ പരിപാടി നമ്മ അങ്ങനത്തെ പരിപാടി മസാല കൂട്ടില്ല. മസാല കൂട്ടിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പൊ ഗൈസ് വേറൊരു കാര്യമുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നോമ്പിന്റെ ഭാഗമായിട്ട് ഞാൻ പോയി മുടി കെട്ടിയേക്കണേ. എന്റെ മുടിനെ പറ്റിയിട്ട് ഉമ്മാക്ക് എന്താ പറയാനുള്ളത്? പറ്റ കുട്ടിയാക്കി. അതായത് നോമ്പിന് കഴിച്ച് നമ്മളെ കണ്ട ആരായാലും പറയണം ഇവൻ നല്ലൊരു കുട്ടിയാണ്, നല്ലൊരു ഇതാണെന്ന് പറയണം. നല്ല കുട്ടി തന്നെയല്ലേ? അതല്ല ഞാൻ പറയണത്. അത് നമ്മളെ അറിയുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ. ഞാൻ പറഞ്ഞത് ഒരാള് ഫസ്റ്റ് നമ്മളെ കണ്ടു കഴിഞ്ഞാല്, അല്ല മുടി കൊളായതല്ല, വെട്ടിയോടത്ത് കൊളായതല്ല ഗൈസ്. ഒരാളെ നമ്മള് കണ്ടു നമ്മളോട് പറയണം നല്ലൊരു ഈമാനുള്ള കുട്ടിയാണെന്ന് പറയണം. മുടി മാത്രം നന്നായിട്ട് കാര്യല്ല, ഫസ്റ്റ് ലുക്കാണ് നമ്മളെ ഇംപ്രഷൻ. അറിയോ എന്താ കുഴപ്പം? പറയാളേ ഉമ്മാക്ക് എന്താ പറയുള്ളൂ മുടിനെ പറ്റിയിട്ട്? ഗൈസ് ഒരാളെ മുടി ഞാൻ കാണിച്ചു തരാം. എനിക്കിപ്പോ വെട്ടാൻ പറ്റാത്ത സാഹചര്യമാണ് ഗൈസ്. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്, അത് കഴിഞ്ഞാൽ എനിക്ക് വെട്ടാൻ പറ്റും. അതെ, അത് മുടി കണ്ടിട്ട് എന്താ ഉള്ളത് അഭിപ്രായം? എന്റെ മുടി കണ്ടിട്ട് ഇപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. നല്ലൊരു ഇതൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഓന്റെ മുടി അറിഞ്ഞപ്പോ വെട്ടാൻ ഞാൻ പറയാൻ വിചാഞ്ഞിട്ടാണ്. എന്താ വെച്ചാൽ ഓനിപ്പോ ഒരു കുടുക്ക് പെട്ടിക്കാണ്. അതിനെ ഒരു പണിയുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യത്തിന് മുടി വേണം. മുടി വെട്ടരുത് എന്നോട്. അപ്പൊ അതാണ് ഗൈസ്. അത് കഴിഞ്ഞാൽ മുടി വെട്ടും ഗൈസ്. അപ്പൊ നമ്മളെ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് ഗൈസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സുകൾ ഗൈസ് 4,99,500 അയക്കണം ഗൈസ്. ഇനി ആകെ വെറും 600 അയക്കണം. ഇനി ആകെ വെറും ഗൈസ് 400 സബ്സ്ക്രൈബേഴ്സുകളും പാടുള്ളൂ. നിങ്ങൾ ആരെങ്കിലും നമ്മളെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഗൈസ് നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾ കാണി. അതെ, ഈ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരെ, നിങ്ങൾ ബെല്ലൈക്കണും കൂടി അമർത്തി. കാരണം എന്നാലേ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. കുറെ ആൾക്കാർ പറയണ്ടാ നിങ്ങൾ വീഡിയോസ് ഒന്നും നമുക്ക് കിട്ടണില്ല എന്ന്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലൈക്കണും പാടെ നിങ്ങൾ അമർത്തണം ഗൈസ്. അപ്പൊ നാളത്തെ പെലച്ചക്ക് ഗൈസ് എന്തായാലും 5 ലക്ഷം അടിച്ചിരിക്കും. 5 ലക്ഷം അടിച്ചു കഴിഞ്ഞാൽ അമ്മ എന്താ പറയണേ, ഇപ്പോഴല്ല ഒരു നോമ്പ് ഒരു 15, 16, ഒരു 20 ഒക്കെ ഉള്ളിലായിട്ട് ഗൈസ് നമ്മളെ നാട്ടിൽ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു തുറവി വെക്കണ ഈ കാര്യം അതിൽ എല്ലാരും ഉൾപ്പെടുത്തിയിട്ട് അല്ലേ നമ്മളെ കൊണ്ട് പറ്റണ രീതിക്ക് ചെയ്യണ ഈ കാര്യം. എല്ലാ കുട്ടികളെയും ഒന്നും ജാതിഭേദമൊന്നുമില്ല. ജാതിഭേദം മതം മറ്റോ മറിച്ചോ ഒന്നുമില്ല, എല്ലാവർക്കും വരാം. എല്ലാവർക്കും വന്ന് അതിപ്പോ നമ്മളിപ്പോ നോമ്പ് തുറക്കണായാലും ഇപ്പൊ പള്ളിക്കന്നായാലും ആരെങ്കിലും ഒരു ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും അതിൽ കൂടെ പോകുമ്പോ നമ്മള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മള് മുമ്പ് കൂടെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മള് പറയും ഒന്ന് കഴിച്ചിട്ട് പോയി ഫാമിലിക്ക് സ്വാഗതം അല്ലേ? നമ്മളെ ഏത് എല്ലാവർക്കും നാട്ടുകാരെ വിളിച്ചു. അതല്ല നമ്മൾ അന്ന് ഈ വീഡിയോ ഇടില്ലേ തുറവി പോലെ, അപ്പൊ അങ്ങനെ വരുന്നവര് വന്നോട്ടെ വീഡിയോയിൽ കൂടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതിന് മാത്രം വലിയ സാമ്പത്തിക നിലയിലൊന്നല്ല നമ്മളെ നാട്ടിലത്തെ ആൾക്കാർക്ക്, നാട്ടിലത്തെ അല്ല ഞാൻ കഴിച്ച് ഈ ഒരു പരിപാടി ഞാൻ പണ്ടേ വിചാരിച്ചിനി. അതായത് നമ്മൾ പണ്ട് 3-4 കൊല്ലം മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമിൽ നമ്മൾ വിചാരിച്ചിനി നമ്മളെ യൂട്യൂബ് ചാനൽ ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വായനശാലയിലൊക്കെ വെച്ചിട്ട് ചെറിയൊരു പരിപാടി നമ്മളെ വക ജസ്റ്റ് ഒരു പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ കഴിച്ച് എന്തായാലും നോമ്പൊക്കെ അല്ലേ, അപ്പോ കുറച്ച് പൈസ ചെലവായാലും പാടില്ല. നമ്മളെ ഒരു ഇതില് ചെറുമട്ടത്തിൽ ഒരു തുറവി നമ്മൾ സെറ്റ് ആക്കാന്ന് വിചാരിച്ചിരിക്കണേ. അത് നല്ല രീതിക്ക് തന്നെ നടന്നു പോയാൽ മതിയല്ലേ മമ്മ? നമുക്ക് ഇവിടേക്ക് വരാൻ പറയാം കുട്ടികളെ. ഇവിടേക്കല്ല, നമുക്ക് ഒഴിഞ്ഞിട്ട് വല്ല പൊയമാടോ വല്ല ഗ്രൗണ്ടോ ബാങ്ക് കൊടുക്കുന്നുണ്ട്, അവിടെ നമുക്ക് സെറ്റ് ആക്കാം. അങ്ങനെ ഗൈസ് ബാങ്ക് ഒക്കെ കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ നിസ്കാരം കഴിഞ്ഞ് വന്നിക്കാണ്. നമ്മൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ നിൽക്കണേ ഇമ്മ കൊടുക്കണേ മസാല പൊറ്റി വെച്ചിരിക്കണം കേട്ടോ ഗൈസ്. ചിക്കനിൽ ഇമ്മ വെക്കണ ഗൈസ് അവിടെ അടുപ്പ് കത്തിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ 2-3 ദിവസമായി. ഇപ്പൊ എത്ര ദിവസമായി ഇമ്മ മഴ തുടങ്ങിയിട്ട്? മലപ്പുറം ഇന്നലെ അന്തിക്കോട്ടെ അവിടെ തുടങ്ങി. ഗൈസ് നോക്ക്, ഉച്ച ടൈമായി, 3:30 ടൈമായിട്ടുള്ളൂ. ഒരു ഇരുണ്ട് മൂടി നിൽക്കണ നിങ്ങൾ കാണില്ലേ? സാധാരണ ഈ ടൈം കാണാൻ ഭയങ്കര വെളിച്ചുള്ള ടൈമാണ്. ഇപ്പൊ ആകെ ഇരുണ്ട് മുടിക്കുന്നുണ്ട്. ഇനിയിപ്പോ പെരുന്നാളൊക്കെ ആകുമ്പോൾ പെരുമായിക്കാരല്ലേ? നോൽമ്പ് ഗൈസ് പൗതിക്കുന്ന തൊട്ടുണ്ടല്ലോ പെരുന്നാൾ വരെ നല്ല മയക്കാരം. അത് ഞങ്ങൾക്കുള്ള ശീലമാണ് കേട്ടോ. പെരുന്നാൾ വരെ പെരുന്നാളിന്റെ പക്ഷെ അന്നാണ് ഉണ്ടാവില്ല അല്ലേ? നമ്മൾ പള്ളിക്ക് നമുക്ക് ഇന്നവരെ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. നമ്മൾ രാവിലെ പോയപ്പോ മണ്ടി പോയിക്കാണേ. ആണോ?
അത് കഴിഞ്ഞ മുമ്പത്തല്ലേ അതെടാ മഴക്കാലത്തേന് ടൈം അങ്ങനെ ഉണ്ടാവില്ല പെരുന്നാളിന് മഴ നമുക്ക് ഒഴിഞ്ഞു അതെ മഴക്കാലത്താണ് ഇതിപ്പോ വേനൽക്കാലം ഇപ്പൊ ഈ ചൂടിന് നോൽമ്പ് എടുക്കണ ആൾക്കാർക്ക് വേണ്ടി ആ വലിയ പെരുന്നാളാണ് മഴക്കാലം അത് തുടങ്ങും ഇതിപ്പോ വേനൽക്കാലാണ് ഇതിപ്പോ ഈ ചൂടൊന്നും ഒരുങ്ങാൻ വേണ്ടിട്ട് പഠിച്ചാൽ നമുക്ക് സഹായം തരികയാണ്. അതാണ് സംഭവം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്നാ ഉമ്മ പരിപാടി തുടങ്ങിയില്ല, ഇനിയിപ്പോ നമ്മള് വർത്തമാനം വേണ്ടൊരു കാര്യമില്ല. പിന്നെ വേറൊരു കാര്യം കേട്ടോ ഗൈസ്, ഇത്രക്കും നല്ലൊരു വൃത്തി മേനിയുള്ള ഒരു പാത്രം നമ്മളെ പെരയിലുണ്ടെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത്. ഇതെവിടെയാണ് ഈ പറഞ്ഞ? ഇതൊക്കെ അവിടെ എടുത്ത തട്ടിക്കൊട്ടിയപ്പോ നമ്മളെ പെരിയ പെരീക്കാണ്ട് വെച്ചിക്കല്ലേനോ ഇത്. പിന്നെ അതേപോലെ തന്നെ ഗൈസ് മെനക്കെട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം, മെനക്കെട്ട് ഗൈസ് നമ്മള് ചർലാസിന്, അതായത് കച്ചമ്പ്രക്ക് ഉള്ളി അരിയാന്, അത് അരിയാനുള്ള സാധനമാണിത്. പുതിയത് ബോക്സ് പൊട്ടിക്കാതെ ചോപ്പർ എടുത്ത് വെച്ചിക്കാണ്. ഇതൊക്കെ അന്ന് കഴിച്ച് നോമ്പ് മണിക്ക് തട്ടിപ്പൊട്ടിയപ്പോ കിട്ടിയാനേ, അതുകൊണ്ട് എന്താ അതൊക്കെ ഒന്ന് മാറുന്നതാണ്. ഞാൻ ചെറിയൊരു പണി എടുത്തിട്ട് തരാം. ഇത് കണ്ടില്ലേ, പുതിയ തവ, എല്ലാ സാധനങ്ങളും പുതിയത് വന്നിക്കണ്. അവിടെ എന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, ഇത് മെയിൻറ്റെയിൻ ചെയ്താ സമയാണോ ഇന്ത്യക്കും വിളിച്ചിട്ടുണ്ട്. ആണോ? ഒന്ന് പരിപാടികൾ ഇങ്ങനെ അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കാണ്. ഉള്ളി ചെറുതാക്കി ഉള്ളി അരിയണം. എന്നിട്ട് ആദ്യം അതൊന്ന് വഴറ്റിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി അതും വഴറ്റിയതിന് ശേഷം നെയ്യല് ഈ ഇതൊന്ന് ഇതാക്കുക, ചിക്കൻ ആക്കുക അല്ലേ? ഉമ്മടെ ഞാനതാ വരുന്നു. അവിടെ പുറത്തെന്തോ കാര്യമായിട്ടില്ല കുറച്ച് കാര്യമായിട്ടില്ല പരിപാടി അല്ല. ഇതേ ആ വെണ്ണൂറ് തേക്കാ കരിയാക്കാൻ വേണ്ടിട്ടില്ലേ? അങ്ങനല്ലേ മമ്മ? ആ അതാണ് അവിടെ പരിപാടി. ഇതൊന്ന് പിടിച്ചോ? ആ വേണ്ട, ഞാൻ പിടിച്ചോ. ഇത് അടുപ്പത്ത് വെച്ചിട്ട് കഴിയുമ്പോ ഇതെന്താ അറിയോ, ഇത് എളുപ്പം തേച്ചാല് കരിയൊക്കെ പോകും. മറ്റേ കൊറേ പണിയെടുക്കണം. എളുപ്പമാണ് ഗൈസ്. ഇത് ആർക്കെങ്കിലും അറിയില്ലാന്നുണ്ടെങ്കിൽ കണ്ടുപഠിച്ചോളി. ഐഡിയ ആണ്. ഇത് ചെയ്താൽ മതി. ഇനി അടുപ്പത്താണ് വെക്കാം. കരി എത്ര പിടിച്ചാലും കുഴപ്പമില്ല, ഇനി അത് തേച്ച് വരുമ്പോ പോകും. കൈ കിട്ടുന്നോളി മാമ. മറ്റേ വെളിച്ചെണ്ണയൊക്കെ പറ്റിയാലേ നല്ല പണിയാണ്. ഇത് കൂടെ ആകാം. ഇതാകുമ്പോഴേ 90 ഒരു കുഴപ്പമില്ല. ഉമ്മച്ചി ഇതാക്കണ ഇവിടെ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കാണ്. ഞങ്ങള് പൊളിച്ച ഉള്ളി അല്ലമ്മ? ചെറുതാക്കി അല്ല, ഇത് നായിലിട്ടാണ് ഇതാക്കിയാ പോരെ? അങ്ങനെയല്ലേ, അത് ചെറിയതാക്കി എന്തേലും കാട്ടുന്ന അല്ലേ മാമ? ഇതിക്കൊക്കെ അരിഞ്ഞിട്ട് അരിയല്ലേടാ, ചോറിനൊക്കെ അരിയണം. ചോറിന് ഇതിൽ തന്നെ അരിയണോ? എന്നാ മറ്റേ സാധനല്ലേ നീളത്തിൽ? ഇതൊക്കെയാ ഇതിലുണ്ടായിക്കോട്ടെ. ഈ നീളത്തിൽ ഈ സാധനം ഇതെന്താ? ഞാൻ ആ ഉള്ളി വാട്ടി, ഇത് തുള്ളി 4 വാട്ടിന് ശേഷമാണ് ഞമ്മക്ക് ഇത് പൊരിച്ചാണേ. അപ്പൊ ഞാൻ അതിന് രസം വേഗം നമുക്ക് വർത്താനം പറഞ്ഞ് നിക്കാൻ ടൈമില്ല, പെട്ടെന്ന് പരിപാടി വേണം. ഉള്ളി പൊട്ടിക്കും. ഞാൻ ഈ ക്യാമറ പിടിക്കാം, അനു അരിയിനേക്കാരം. എന്നാ അരി ഇട്ടോടാ ഉള്ളി. ഞാൻ പറഞ്ഞല്ലോ ഉള്ളിയൊക്കെ അരിയണം. എന്താ പരിപാടി? ഞാൻ ഈ പൊതിനൊക്കെ ശരിയാക്കട്ടെ. ഒക്കെ മുറിക്കണ്ടേ? പുതിന നുള്ളി അരിയണ്ടേ? തക്കാളിയോ ചെറുള്ളി ചേർക്കണോ? ഉള്ളി അരിയണൊക്കെ ഇതുണ്ട്. അങ്ങനെയൊന്നല്ലടാ, ഈ അത് കുഴപ്പമില്ല. മോട്ടെ അടി ചെയ്താ ഓൻ ചെയ്താലിപ്പോ അങ്ങനെ തന്നെ അങ്ങനെ കളി മനസ്സിലായില്ലേ? അനു പണിക്കുന്ന രീതി എടാ എന്തറിയോ, സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. ഞാൻ വിട്ടേ, ഇതിന്റെ അടിയിൽ കൂടെ ഞാൻ അങ്ങനെ ആക്കിട്ടെ കേട്ടോ. ഇതാട്ടോ, ഇത് ഞാൻ വെട്ടി തരാം കേട്ടോ. ഉമ്മ വെട്ടിക്കാര് ഉമ്മയുടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉമ്മ അവിടെ ഉമ്മാക്ക് എന്താ പരിപാടി? അണ്ടിപ്പരിപ്പ് മുന്തിരിയും വയറ്റിന് ശേഷം അതും വയറ്റിയിട്ട് നമുക്ക് ആ ചിക്കൻ ഒന്ന് അല്ല ഇത് എന്തൊക്കെയുള്ള അപ്പം ഉള്ളിയിലെ ചോറിന്റെ മേലെ വിതറാന്. ഇത് അതാണ് കേട്ടോ, നമ്മള് ചോറിന്റെ മുകളിൽ വിതറാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കട്ടെ. അനുവിനോട് ഉള്ളി അരിഞ്ഞുകൊടുക്കണേ. ഒരു ഭാഗത്ത് ഗൈസ് ഇതൊക്കെ ചിക്കൻ മസാല വെച്ച് പിടിപ്പിച്ചിരിക്കണേ. ഓരോ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. കറക്റ്റ് ടൈം ആട്ടെ. നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് പണിയെടുക്കുമ്പോഴേക്കും കറണ്ട് കണ്ണൊക്കെ ആക്കണ്. എനിക്ക് ഉള്ളി അരിഞ്ഞിട്ട് കണ്ണൊക്കെ നിത്യ തൊഴിലാണ് അത്. ഗൈസ് എല്ലാ വ്ലോഗിലും ഉമ്മ പറയലുണ്ടല്ലേ, കറണ്ട് പറയണ തന്നെയാണോ? ഇത് നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ പോകും കറണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയും, അപ്പൊ തന്നെ പിന്നെയും വരും. പിന്നിക്കൊണ്ട് ഇങ്ങനെ ഞാൻ പറയുമ്പോ നിങ്ങൾ കുറ്റം പറയാണ്. ഇപ്പൊ കുറ്റം കറണ്ടിന്റെ കാര്യത്തിന് ഞാൻ അമ്മമാരുടെ ഭാഗത്ത് തന്നെയാണ് ഗൈസ്. അത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിലത്തെ കേസൊക്കെ ഇങ്ങനെയാണെന്നില്ലേ ഇല്ലമ്മ? അമ്മ ഇവിടെ കാര്യമായിട്ട് പണിയിലാണ്. ഇതെന്താ വയറ്റിക്കൊണ്ടിരിക്കല്ലേ? അത് പറ്റാ. ഞാനവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കണ്ടിന്യൂ ചെയ്യട്ടെ, എന്നാലേ പെട്ടെന്ന് ആവുള്ളൂ. നാളെ നിങ്ങൾ ചോദിച്ചില്ല അതെന്തിനാണ് ആ കത്തിക്കൊണ്ടിരിക്കണത്?
കത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇതാണ് മണ്ണെണ്ണ വിളക്ക്. കണ്ടില്ലേ? അല്ല അതിപ്പോ എന്തിനാ പറയുമ്പോൾ കത്തിച്ച് കത്തിച്ചുകാരൻ്റെ പോയപ്പോ നമ്മളെ കുട്ടിക്കാലത്തേക്കല്ലേ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ വിളക്കുകൾ അവിടെ കത്തിച്ച് വെക്കും. ഇതിപ്പോ എന്തിനാ കത്തിച്ച് അത് കറണ്ട് പോയപ്പോഴാണ് അടുപ്പത്ത് പണിയെടുക്കല്ലേ. നീ കെട്ട് കഴിഞ്ഞാൽ തക്കാൻ വേണ്ടിട്ടില്ലേ. കറണ്ട് പോകുന്ന അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ മുൻകൂട്ടിട്ടാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ? എന്തായാലും കേസ് ഞങ്ങൾ ബാക്കി പരിപാടി നോക്കട്ടെ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണാതാക്കിയിട്ട് നല്ലത്. ഞാനേ ഒരു കീറ് അരിഞ്ഞു കഴിഞ്ഞു. എന്ത് ഉള്ളി. ആ രണ്ടാമത്തെ എടുത്ത് പകുതി ആയപ്പോഴാണ് ഓൻ്റെ ഒരു കീറ് കഴിക്കുന്നത്. അത്രയ്ക്ക് ഫാസ്റ്റ് ആണ്. നോക്കി നോക്കണം അല്ലെങ്കിൽ നമ്മളെ വിരല് പോകും കേട്ടോ. ഞാൻ കയ്യും വെച്ചിട്ടാണ് അരിയുന്നത്. അങ്ങനെ ഫുൾ സേഫ്റ്റി ആയി നമ്മളെപ്പോഴും പണിയെടുക്കണം. ഉമ്മമാർക്ക് പറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്കതില്ലല്ലോ. മതി. അല്ലെങ്കിൽ എനിക്ക് എന്തേലും എപ്പോഴും എന്തേലും പറ്റിക്കൊണ്ടിരിക്കണം. ചെറുപ്പം മുതലല്ലേ ചെയ്യലാണ്. 1ാം ക്ലാസ് പഠിച്ചന്ന് തൊട്ട് തുടങ്ങിയതാണ്. 1ാം ക്ലാസ് കൊണ്ടേ ആക്കി ഞാൻ അവിടെ വന്നപ്പോൾക്ക് 2-3 കുട്ടികളും 2 ടീച്ചർമാരും ഉണ്ട് വരുന്നു. മത്തമ്മി കൊണ്ടേ ഒക്കെ പാടെ കൂട്ടി കെട്ടി വരുന്നുണ്ട് വിടുന്നുണ്ട്. എന്തെന്നും കൂടി പറഞ്ഞു എന്താ വെച്ചാല് കുട്ടികൾ വെഞ്ച് കഴിച്ചും കൂടെ എടുത്തിട്ടു പൊളിഞ്ഞാണ്ട് തൂങ്ങി കിടക്കണേ. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആടാക്കണ രണ്ട് പേരിലായി കാണുന്നത് സെന്ററിലുണ്ടോ ഇവിടെ ഇങ്ങനെ തുന്നി ഇങ്ങനെ വെച്ചിക്കാണ്. ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ നിൽക്കാണ്. എന്റെ ഉള്ളിയരിയിൽ പരിപാടി അവിടെ കഴിഞ്ഞു. അപ്പത്തിനാക്കണം ഇമ്മച്ചി ആക്കണം. അവിടെ ചിക്കൻ താക്കണം അടുപ്പത്തിട്ടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇത് നീ ജസ്റ്റ് ഒന്ന് ഇതാക്കല്ലേ ചെയ്യാ. ചിക്കൻ ബിരിയാണി അല്ലേ നമ്മൾ ഉണ്ടാക്കണേ. ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചാണ് ഒന്ന് ഇതാക്കും, ചെറുമടത്തിലൊന്ന് വേവിച്ചും. എന്നിട്ട് നമ്മള് ബിരിയാണിക്ക് ഇറക്കി വെച്ചാണ് ബാക്കി ബിരിയാണിയിൽ ഇട്ടിട്ടല്ല അവല്. അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയ്ക്ക് നമുക്ക് വലിയ പണികളില്ല. കാരണം ബിരിയാണിയല്ല ഉണ്ടാക്കണത് അല്ലേ. നമുക്ക് ആർക്കും നയിക്കേണ്ട പണിയില്ല. പത്തിരി ആകുമ്പോ ഒരാൾ കുറച്ച് നമ്മള് 4 ആളേ ഉള്ളൂ. തോന്നെ ആൾക്കൊന്നും ഇല്ലല്ലോ. നമുക്കാണെന്നുണ്ടെങ്കിൽ നാളെ പെലച്ചക്കും തിന്നാലോ. നാളെ പെലച്ചക്കല്ല, ഇന്ന് പെലച്ചക്ക തന്നെ. ഇന്നല്ല നാളെ പെലച്ചാവാ. ഉമ്മ കാര്യം അളിക്കണം. 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്നല്ല, അത് നാളെയാണ് ആയിക്കോട്ടെ കേട്ടോ. ഓക്കെ, ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോ പണികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ചിക്കൻ്റെ പരിപാടി നോക്കുകയാണ്. ഉള്ളി പന്നിനത് എന്തിനാ ഉള്ളി ഇതാക്കിന്? ഇത് ഞാനും മമ്മിയും കൂടി അരിഞ്ഞ ഉള്ളി കേട്ടോ. 3/4 ഭാഗം മമ്മി, 1/4 ഭാഗം ഞാനും. കരിവേപ്പിൻ്റെ ഇല, പുതിന, മല്ലിച്ചപ്പ് ഒക്കെ ശരിയാക്കി. ഉമ്മമാന്റെ പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിയോടാ. നമ്മൾ വിചാരിച്ചു മമ്മ മെല്ലെ ആക്കുള്ളൂ എന്ന്. പക്ഷെ അങ്ങനല്ല, മമ്മ ഹെവി ഫാസ്റ്റ് ആണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അല്ലേ മമ്മ? ഇങ്ങനെ എപ്പോഴും എടുക്കല്ലേ. അതുകൊണ്ട് ബിരിയാണിക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ. അരി കഴിക്കാൻ വെള്ളം നിറക്കണ്ടേ. ഇതൊക്കെ ആദ്യം കഴിച്ച് നമ്മൾ ചിക്കനൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അരി തീരുമാനം. കാരണം അരി പെട്ടെന്ന് ഇതാവും തോന്നുന്നില്ലേ. എനിക്ക് തോന്നണം അങ്ങനെയാണ് അല്ലേ അമ്മ? അരി എളുപ്പമാവും. അങ്ങനെ നമ്മളെ പരിപാടി താക്കണോടെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇമ്മ താക്കണ ചിക്കനിക്ക് മസാല താക്കിയതാക്കണ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇനി നേരെ നല്ലോണ്ട് ഇളക്കല്ലേ അമ്മ? നല്ലോണ്ട് ഇളക്കി കഴിഞ്ഞിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചു. അല്ല അരി കഴിയോ? അരി വെള്ളം നിറക്കട്ടെ. വെള്ളം തറച്ചിട്ട് അരി കഴിക്കാൻ വേണ്ടിട്ടാ അല്ലേ. മസാലക്ക് കഴിച്ച് തൈര് കഴിക്കാൻ പോവാണ്. എന്നാ കത്തി കൂടെ ഉണ്ടായിട്ടാ കത്തിയതാ. കത്തി കൊണ്ട് അല്ലെങ്കിൽ കത്തി കാണുകയല്ല. കത്തിയൊക്കെ ഇപ്പൊ കാണും. എന്താ വെച്ചാ എളുപ്പം കിട്ടുന്നിടത്താണ് ആകാവ് കത്തി. ആയാ മതി. മതിയോ? ചള്ളാസ് കൂടി ഉണ്ടാക്കണല്ലേ. അതിനൊക്കെ അരിഞ്ഞിട്ടുണ്ടല്ലോ. നാട്ടരിഞ്ഞുണ്ടല്ലോ. ഇതോ ചോപ്പറിലാക്കിയാ മതി. ആന്നില്ലേ? അത് ചോപ്പറിലൊന്നും ഇട്ടോക്കണോ? ചോപ്പറിലൊന്നും ഇട്ടോ. ഒറ്റ വലി അത് കഴിഞ്ഞിട്ട് അത് നിങ്ങളെ അരിഞ്ഞതന്നെ. ഉണ്ടാവില്ലേ നോക്കണമെന്ന് ഒക്കെ വേണ്ടെങ്കിൽ വറ്റി കുറച്ചിട്ടളി. അല്ല ചർലാസ് ഉണ്ടായിക്കോട്ടെ, നമുക്ക് പെലച്ചക്കും തിന്നാലോ. പറ്റൂല. എന്താ വെള്ളം പോലപ്പോ ഫ്രിഡ്ജിൽ വെച്ചാ മതി. നിങ്ങൾ തിന്നൂല്ല. ഫ്രിഡ്ജിൽ വെച്ചാ മതി. ലേശം ഉള്ളിലേക്ക് ബാക്കിയിട്. പകുതി കളയാ. അല്ലെങ്കിൽ ഒട്ടുമില്ല, നല്ല ക്വാളിറ്റിയുടെ സാധനമാണേ. മതി ആക്കി ആണോ? അളിയ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിട്ടാ ഇനി കുറച്ചുകൂടി ഉള്ളൂ. മതിയായി. അന്നാ മോട്ടർ ഇനി ബാക്കി ചാതിക്കോ. കണ്ടിട്ട് പുതിക്കുവാണെന്നുണ്ടെങ്കിൽ ചാക്കിക്കോ. ഇനി വേറെ ഉള്ളിയാണ് അങ്ങനെ കാട്ടാത്ത പറ്റ സമ്മതി ചെയ്യണം മക്കളെ. അത് കുഴപ്പമില്ലേ, ഉണ്ടായിക്കോട്ടെ. അത്യാവശ്യം സമ്മതിയൊക്കെ ആയിക്കോട്ടെല്ലടാ. അപ്പൊ
അപ്പൊ എന്നാ ഇനി സമ്മന്തി അരക്കാൻ ഇത് മതി ഇത് ഈ തേങ്ങ ഒക്കെ ഇല്ലാട്ടോ എല്ലാം അറിയും അറിയോ ചമ്മന്തി മാത്രമേ എന്ത് ക്യാരറ്റ് എല്ലാം അറിയാം അരിയത് ആയിക്കോട്ടെ അല്ല ഇത് മതി ഉള്ളി ചമ്മന്തി ആക്കഞ്ഞി ഉള്ളി ചമ്മന്തി അധികം അടിക്കാം ഇതെങ്ങനെയത് ഒരു മയത്തിലരിയണേ ഉള്ളി ചമ്മന്തി ആയോ കുഴപ്പമില്ല ഞാൻ അടിപൊളി ഇനി തോണ്ടി നെറ്റിമേ തേച്ചടി അല്ല ഉള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഉള്ളി പേസ്റ്റ് ആയി ഇനി ഉമ്മ മൂത്ത് കണ്ടു. നാളെ ഉള്ളി പേസ്റ്റ് ഇനി ഉണ്ടാക്കി നാളെ രണ്ടാളും മൂത്ത തേച്ചടി പൗഡർ പാലില് നല്ല ഉണ്ണിട്ടാണത് അല്ല അമ്മ ഇത് എന്താ കാട്ട് പറയും അത് സമ്മതി സല്ലാസ് കൂടെ ആക്കടാ ആ രസം തൈര് ഒഴിച്ചാൽ നേരം 5 മണി ആയിക്കണേ നമ്മള് സാധനം വാങ്ങാൻ പോട്ടെ അതായത് ഫ്രൂട്ട്സ് വാങ്ങണം എന്നാ ഞങ്ങൾ ഇന്ന് അരിയൊക്കെ ഇട്ട് നിങ്ങളപ്പോ ബിരിയാണിന്റെ പരിപാടി തുടങ്ങിക്കളി എന്നാ കഴിച്ച് നമുക്ക് നേരെ ഫ്രൂട്ട്സ് വാങ്ങിട്ട് വരണ്ടേ ഇനി കാക്കാൻ നേരല്ല ഇനി ഞങ്ങളതിൽ അരി ഇടുക കേട്ടോ അരി കഴിക്കാണ് അരി നേരെ അരി കഴിക്കാൻ വെള്ളം നടക്കട്ടെ കൊയങ്ങിക്കണ ഞാൻ കിടക്കാൻ പോകും അമ്മ ആക്കണ ഇപ്പൊ തന്നെ കൊയങ്ങി നമ്മളും കൊയങ്ങിക്കണ പക്ഷെ കാണിക്കണില്ല ഞങ്ങളും കൂടി ക്ഷണിച്ചപ്പോ ഒരു പരിവാവും എന്നാ വാ നമുക്ക് കഴിച്ച് നേരെ സാധനം വാങ്ങാൻ പോവാം നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് നോക്കുകയാണ് അല്ലേ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞാടാ മാങ്ങ രസമല്ലേ മാങ്ങ എനിക്ക് തോന്നുന്നു പൗപ്പിക്കാൻ വെച്ചിട്ട് അത് പുളിപ്പില്ല മാങ്ങയോ വേറെ ഏതോ മാങ്ങയാണ് മാങ്ങയാണ് അപ്പൊ കഴിച്ച് നമ്മളൊരു തണ്ണീർമത്തനും പറഞ്ഞു പിന്നെ 2 കൈതച്ചക്ക കൈതച്ചക്കയും പറഞ്ഞു ഇനി എന്താ മറ്റേ ഇത് വാങ്ങലേ ആപ്പിളോ മുസമ്പി എന്തേലും മുസമ്പി ആപ്പിളും വാങ്ങാം അതുകൂടി വാങ്ങി തന്നിട്ട് നേരെ പോവാ മുസമ്പി ആപ്പിളും മുസമ്പി ഒരു എത്ര കിലോ റേറ്റ് 160 ആ അതൊരു 100 രൂപയ്ക്ക് എടുത്തണം 100 ആപ്പിൾ ഒരു 200 അതൊക്കെ നിന്നോട്ടെ നീ ഈ സാധനം വാങ്ങട്ടെ ഇത് വാങ്ങിയിട്ട് നമുക്ക് നേരെ ഇനി പെരി കൊണ്ടുപോക്കാം അല്ലടാ അതെ ഓക്കെ ഗൈസ് ഞങ്ങളങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയാണ്ട് നേരെ പെരിയിൽ വന്ന് കയറുകയാണ് ഇതാക്കണം ഉമ്മ ആക്കണം അപ്പുറത്തേന് അവിടെ ചട്ടിയും കലം മോറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ മമ്മ ആണോ എന്നാ പേര് ഞങ്ങളൊന്ന് ഉള്ളിൽ അല്ലട്ടെ ആ നമുക്ക് ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം മമ്മ ആ പണി എടുത്തോളി ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് ഓക്കെ എന്നാ ഓക്കെ ഞാൻ ഇമ്മക്ക് എന്താ പരിപാടി നോക്കണം കേട്ടോ ഒച്ചുണ്ടാക്കാച്ച നോക്കാം എന്താ പരിപാടി നോക്കട്ടെ പേടിച്ചോ അത് ശരി കള്ളന്മാര് എന്നൊക്കെ പറയുമ്പോ തന്നെ പേടിയാണ് കള്ളന്മാരോ ഞാൻ എന്ത് ചെയ്യും നമുക്ക് സ്വർണ്ണല്ലോ പിന്നെ എന്തിനാ പേടിച്ചത് സ്വർണ്ണ സ്വർണ്ണൊന്നുമില്ലടി ഒരു തേങ്ങയില്ല ചേട്ടാ കൊല്ലിക്കൊടിച്ച് നിക്കോലേ അതാണ് പേടി കട്ട് ചെയ്ത് ഇപ്പൊ തന്നെ വെക്കല്ലേ ആയിക്കോളി കാരണം ടൈം 5:15 5:15 ടൈം എടുക്കൊന്നും വേണ്ട നമുക്കിപ്പോ വാണ്ടിയ ഫ്രൂട്ട്സുകൾ ഒരു 6 ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്ത് വെക്കാം 2 ഇതും ചെറിയ പൊന്നി ഷമ്മീനും പൊടിച്ചൂടെ ഇപ്പഴോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വിളിച്ചോക്കാം ഇപ്പോളോ ഒക്കെ കയ്യാ നേരത്തെ വിളിച്ചിട്ട് എന്താ കാര്യം ഒരു പെരിയില് ഓലമ്മ തന്നെ ഉണ്ടാവില്ലേ എല്ലാരും ഉണ്ടാവില്ലേ അതായത് ഒരു ഉമ്മ ഉണ്ടാവുക ഉണ്ടാവും ഒറ്റക്കൊള്ളെങ്കിൽ ഒറ്റക്കല്ലേ എല്ലാരും ഉണ്ടാവില്ലേ എന്നാ ഇനി അരിയലും പരിപാടിയൊക്കെ തുടങ്ങിക്കോളി വത്തക്ക നമ്മൾ ഈ വത്തക്ക കേട്ടോ വാങ്ങിക്കണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറ്റേ വത്തക്കല്ലേ വാങ്ങിയ ഇന്ന് ഇത് നോക്കി നോക്കാം പാത്രം മാറ്റട്ടോ പക്ഷെ പാത്രം മോളിക്കോളി ഞാൻ മോണ്ടിനപ്പത്തിന് അത് കട്ട് ചെയ്ത് വെച്ചോളൂ ഇതെന്താ ഇപ്പൊ എന്തൊക്കെ നിങ്ങൾ കാട്ടി ഞങ്ങൾ പോയ ടൈം ഉണ്ടോന്ന് പറഞ്ഞുതരുമോ ദമ്മിട്ടുക അതായത് അരി അടുപ്പത്ത് വെച്ചു അതെന്താ കാട്ടി അതിലെന്തൊക്കെയാണ് പിന്നെ അരി ഇട്ടുകാണ് ദമ്മാക്കി ആണോ അരി ഇത് നോക്കിയാൽ അയി കിട്ടോ ആണോ ഓഹോ വലിയ ഹെവി ഫാസ്റ്റാടാ എന്നാ ഈ കട്ട് ചെയ്യൽ തുടങ്ങിക്കോ പാത്രം എടുക്കും ഓക്കെ കത്തി അത് അത് ഉള്ളി ചോയക്കൂട്ടോ അത് നല്ലോണം കേൾക്കണം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് തിന്നുമ്പോ ഉള്ളിന്റെ ചോയ ഇത് ഞാൻ പറഞ്ഞുതരാം മുളക് അരിയും കേകൂല ഒറ്റ വെക്കല് ഇഞ്ചി അരിയും ഞാൻ പറഞ്ഞുതരാം ഇനി നമ്മള് ആപ്പിൾ അരിയും പാടല്ലോ ആപ്പിളിന് മുളക് മുളക് തിന്നു അല്ല ആപ്പിള് ഇവിടെ സ്ഥിരം ഉണ്ടാവുന്ന പ്രശ്നമാണത് ഉണ്ടല്ലോ ഒരു വാഷ് സ്പേസ് ഇല്ലാത്തതിന്റെ ഇടങ്ങാറാണ് കേട്ടോ ഇത് സത്യം എന്തുണ്ടേലും മുറ്റത്ത് പോകണം നിർബന്ധമാണ് ഈ പേരഞ്ഞ് കുത്തിപ്പൊളിച്ച് വാഷ് സ്പേസിന്റെ ആയിട്ട് അവിടെ കുത്തിപ്പൊളിച്ചാണെന്നുണ്ടെങ്കിൽ ആ ഒന്നായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞാണ് അല്ലേ ആന്നേ അതുകൊണ്ടാണ് ഇവിടെ കണ്ടില്ല മോള് മുറ്റത്ത് വന്ന് വന്നാണ് ഇത് കൊണ്ടേക്കാൻ വന്നത് പണിയിട്ടില്ലേ കൊണ്ട് ഫ്രീ ആയിട്ട് ഏത് എവിടെയാണ് ഞാന് ഇവനെന്താ പരിപാടി ഇപ്പൊ ഞാനിപ്പോ പിന്നെ എവിടുന്നാണ് ഏത് തൊടുന്ന വന്നേ ഓർക്കൊക്കെ കഴിഞ്ഞു വന്നൊരു അത് ശരി മോണ്ടനാക്കണവിടെ പൈനാപ്പിൾ വെട്ടിക്കൊണ്ടിരിക്കാണ് പൈനാപ്പിൾ ഇല്ല ഇതിന്റെ പേര് കൈതച്ചക്ക പൈനാപ്പിൾ അല്ലേ ഭയങ്കര റേറ്റ് കേട്ടോ നല്ല റേറ്റ് ഉണ്ടല്ലേ നമ്മളവിടെ പണ്ടുണ്ട് അതിന് ഒരു തയ്യ് കോഴിക്കോടില്ലേ ആ തോട്ടത്തൊക്കെ അവിടെ ഉണ്ടായിനി അപ്പൊ എന്തായാലും ഉമ്മമാക്കിട്ട് വെട്ടിക്കാണ് സത്യം പറയാ എന്നാ ഇത് എന്താ ചക്കമരം വെട്ടിയപ്പോളേ അതിന്റെ കൂട്ടത്തിൽ വെട്ടിക്കുന്നത് തോന്നണേ ഇവിടെ ഒക്കെ ഉണ്ടായിനി ഗൈസ് ഈ ഭാഗത്തൊക്കെ അതന്നെയാണ് പൈനാപ്പിള്
കയമ്പ് വെട്ടി കളയലിട്ട് ജി, അല്ലെങ്കിൽ കുറച്ചുള്ളത്. ഇത് കയമ്പ് ഇത് വെട്ടിയിട്ടാണ് നാവ് ചോറി. ആണോ? ഞാൻ അമ്മമ്മടുത്തേക്ക് പോയോക്കട്ടെ, അമ്മ എന്താ അവസ്ഥ നോക്കട്ടെ. അമ്മ കരിയിട്ട് നല്ല മോറല. അമ്മ ഇന്നത്തെ കരി പോയാ നേരത്തെ അമ്മ മറ്റേ 800 വെച്ചിട്ട്? ആ അപ്പൊ കരിയാൾ പോയില്ലേ? ആണല്ലേ? ഏതായാലും നല്ല മുന്നേറ്റാണ്. കഴിയാനാ ഇവിടുത്തെ? ആ ഓക്കെ, എന്നാ കഴിഞ്ഞിട്ട് വരും കേട്ടോ. എന്താ പറഞ്ഞേ? എന്ത് കോഴിക്കളോ? ഇവിടെ ഉണ്ടാവണ മൊത്തം വേസ്റ്റ് മൊത്തം കോഴിക്കളൊന്നും പറഞ്ഞിട്ട് ഒരു തേങ്ങയും കളയില്ല ഇവിടുത്തെ. ആണോ? അപ്പൊ കൊണ്ടേ കൊടുത്തില്ല. ജ്യൂസ് അടിച്ചു വെച്ചാണ് നമ്മള് തുറക്കുമ്പോക്ക്? ഇല്ലല്ലോ. ജ്യൂസ് ആ എന്നെ നാരങ്ങ മധുരടി അല്ല, എല്ലാ പ്രാവശ്യം കഴിച്ച് മധുരം ഉണ്ടാവില്ല. സത്യം, നമ്മള് ദാഹിച്ചു വളഞ്ഞ് കുടിച്ചു വരും, അപ്പൊ മധുരം ഉണ്ടാവില്ല. അല്ല ഇനി കുഴപ്പല്ലേ, ദാഹിച്ച് ഇതായി കുത്തിരിക്കാണ്, അപ്പൊ മധുരം വേണം, കുറച്ച് ഉണ്ടായിക്കോട്ടെ. മധുരം ഉണ്ടായിക്കോട്ടെ കുറച്ച്. എന്താ ചായ ഒക്കെ ഉണ്ടാക്കണം. ആരും ചായ കുടിച്ചാലും ഇമ്മയും ഇമ്മമ്മയും കുടിച്ചു, ഞങ്ങൾ കുടിച്ചില്ല. വെള്ളതാക്കി തണുത്ത വെള്ളമാണേ, നല്ല ആണോ? ഐസ് കട ഉണ്ടോ? അതെന്തല്ല ഹൈർ പ്രശ്നം. നമുക്ക് വെക്കാനൊരു സ്ഥലം സ്പേസ് ഇല്ല, ഒന്നിനും ഇതിനുള്ള സ്പേസ് ഇല്ല. നമ്മള് പിന്നെ ഇള്ളത് കൊണ്ട് ഉണങ്ങുപോലെ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി തന്നെ ചെയ്യന്നെ അങ്ങോട്ട് ഓരോന്ന്. എടാ ഹൈമ ഉള്ളി അരിഞ്ഞാട്ടോ. ഹൈമ നോക്കി ആണോ? കേട്ടോ, ഈ സാധനം പോലും കഴിയിട്ടില്ലേ? അതേപോലെ തന്നെ അതേപോലെ നിർത്തുമ്പോ തൂക്കിയിട്ട് കാണി. മുളക് ഉള്ളി എല്ലാം ഉണ്ടാവും. ഞാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചോയ് നമ്മള് ഇതേതാ സാധനം വലിയ പൊലിവിൽ നോക്കിയാലേ എങ്ങനെ വെട്ടാം. സെന്റർ കട്ട് ചെയ്തിട്ട് അങ്ങനെ മാമ വരുന്നുണ്ട്, മാറി കൊടുത്തളാം. ഞാൻ കാണിച്ചു തരാം ഗൈസ്, ഇതാണ് പുതിയ ടൈപ്പ് വെട്ടൽ. പുതിയ വെട്ട് കജ്ജി ആയിരുന്നല്ലേ? കയ്യിന് പണി ഉണ്ടാക്കല്ലേ? ഇത് ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് ഇതുവരെ തിന്നിട്ടില്ലല്ലോ. തിന്നാ ഭയങ്കര സുഖിക്കാരം. അങ്ങനെ വെട്ടിയാണ്ട് കൊടുക്ക്. നാരങ്ങളെ കലക്കിക്കോളി. ഇത് കണ്ട ഗൈസ്, ഇതിന്റെ ഒരു മമ്മ ഇവിടെ വരി, കാണിച്ചു തരാം. ഇവിടെ വരി, ജന്റെ പണി എടുക്ക്. മമ്മക്ക് വാങ്ങിക്കണ്. അത് കണ്ടോ? ഞാൻ കണ്ടു. അത് സെന്റർ കൂടി മുറിച്ചണ്ട ഇനി നീളത്തിലാക്കണേ. ഇങ്ങനെ ഒറ്റ നീളം. എന്നിട്ട് ഇങ്ങനെ പൈനാപ്പിള് മറ്റേ ടൈപ്പ് പൈനാപ്പിൾ നീളത്തിലുണ്ടല്ലേ? ഇത് മാത്രമേ നമുക്ക് ഉണ്ടാവും. നോക്കി അതുണ്ടാവൂടാ, അതുണ്ടാവും. അങ്ങനെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷെ ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിട്ടേ നമുക്ക് ഈ പൈനാപ്പിളിന്റെ പറ്റുമോ? അതെന്തേലും കാട്ടി വെച്ചളാ, ഇത് പറ്റൂല. തൊലി കളഞ്ഞിട്ടില്ലേ? പാത്രത്തിലിട്ട് ഓർത്തില്ല അല്ല ഈജ് തിന്നുണ്ട്, ഈജ് മുറിച്ചോടാ. വെറുതെ വേസ്റ്റ് ആക്കണ്ട. അല്ല നാളെ പെലച്ചക്ക് തിന്നാലല്ലേ അത് പറ്റൂലേ? എന്നാ കഴിച്ച് നമുക്ക് ഇതും പാടെ അരിയാം. കാരണം പെലച്ചക്ക് കഴിച്ച് നമ്മള് ചോറ് തിന്നിനേക്കാളും ഏറ്റവും നല്ലത് ഫ്രൂട്ട്സ് കഴിക്കണം. പക്ഷെ നമ്മള് അതിനനുസരിച്ചുള്ള സാമ്പത്തിക രീതിയിലല്ല ഉള്ളത് അല്ലേ? അല്ലേ നമുക്കൊരു കൈ നോക്കാഞ്ഞില്ലേ? എവിടെയാണെന്നുണ്ടെങ്കിലും മണത്തറിഞ്ഞ് രണ്ട് സാധനങ്ങൾ കേറി വരുന്ന കാണാം. മണത്തറിഞ്ഞ് കേറി വരുന്ന അതാക്കണ്. ചെറിയാപ്പ് ആക്കണ് കേറി വരുന്നുണ്ട്, ചെറിയാപ്പ് വരുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെക്കാൻ സാധനം കൊണ്ട് ആളെത്തിക്കണേ. ആണോ? സ്ഥലം ഇല്ലാത്തോണ്ട് ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ വർത്താനം പറഞ്ഞു നിൽക്കാണ്. അത് ശരി, കുഴപ്പമില്ല. എന്തായാലും കേക്ക് വെച്ചാ കേക്ക് ഇവിടെ അങ്ങനെ സ്പേസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചിക്കാല. ഇന്ന് വേറൊരു കാര്യം പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മളെ താത്താന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേ ഷംനിന്റെ പ്ലാൻ ഉണ്ടോ ഗൈസ്? അപ്പൊ താത്തക്കറിയില്ല നമ്മളതിനെ മുന്നിപ്പത്തിട്ടൂലേ? ആര് പറഞ്ഞു? ഇന്ന് രാത്രി എന്തായാലും ഇടുള്ളൂ. അപ്പത്തിന്റെ പരിപാടി ഒരു 9 മണിയൊക്കെ ആകുമ്പോ കഴിയൂലേ? ഞാൻ ഒന്ന് പറഞ്ഞിട്ടുള്ളൂ, ചെറിയ ഉപ്പ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ വിളിച്ചാണ് ഫുഡ് കഴിക്കാൻ. നമ്മള് ബിരിയാണി വെച്ചിക്കല്ലേ തുറക്കാൻ വിളിച്ചേനി. ഇവിടുന്ന് തുറന്നിട്ടിരിക്കണ എവിടെ? പിന്നെ അല്ല ഇജ്ജ് എന്തായാലും വരുന്ന ഞങ്ങൾക്കറിയാം. വിളിച്ചിട്ടില്ലെങ്കിൽ വലിയ വരുന്ന അറിയാം. തുടങ്ങി വെക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അപ്പഴ് വിളിച്ച അത് നല്ല പിന്നേറ്റാ. തുറന്നിട്ട് വെക്കാം ബിരിയാണി. എവിടെ വണ്ടിയില് അന്റെ ടിക്കറ്റ് താക്കോലില്ല പൊന്തൂലേ? അതൊക്കെ പൊന്തു. എന്നാ താഴത്തേക്ക് ഇറങ്ങട്ടെ, ഞങ്ങള് കഴിഞ്ഞിട്ട് വാ. ഓക്കെ,
ഇനി ഇവിടെ എന്താ പരിപാടി ഇല്ല? ഇവിടുത്തെ ഫുഡിന്റെ പരിപാടി എന്താല്ലേ? ഒക്കെ കഴിഞ്ഞോ? ദമ്മ് തുറക്കാൻ മാത്രമേ ഉള്ളൂ. നമ്മളെ ഫ്രൂട്ട്സ് നമ്മൾ അതേപോലെ കട്ട് ചെയ്ത് നാളെ പെലച്ചക്കുമ്പാട് തിന്നാളാണ് ഇത്. ഓക്കെ 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 ഓക്കെ. എന്നാ ഷംന ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ നോമ്പ് തുറന്നോളൂണ്ടി കേട്ടോ. വേണ്ടില്ലായിരുന്നു എന്ന് ഏതോ നല്ല മുന്നേറ്റാണെന്നാ. എന്നാ പണി നടക്കട്ടെ. ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കാരണം ബിരിയാണി ആക്കണ ഇവിടെ ദമ്മിട്ടാണ് വെച്ചിരുന്നു. വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടിന്റെ ഫ്രണ്ടിലുണ്ട് കത്രിക. എല്ലാ ടൂൾസും കഴിച്ച് നമ്മളെ വണ്ടി തന്നെ ഉണ്ട്. കൊയങ്ങി മമ്മ കൊയങ്ങി. അങ്ങനെ കഴിച്ച് നമ്മുടെ നോമ്പ് തുറക്കൽ പരിപാടിയിലേക്ക് നമ്മൾ ആരംഭിക്കുകയാണ്. ഇതൊക്കെ കഴിച്ച് ഇതെന്താ സെപ്പറേറ്റ് ആക്കില്ലേ അമ്മ നടന്നിട്ട്? ടൈമിങ് ആകെ 3-4 മിനിറ്റ് ഉള്ളൂ. പക്ഷെ വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിച്ച് നമുക്ക് ആകെ ഒരൊറ്റ ബൾബുള്ളൂ, നല്ല ക്ലിയറുള്ള ബൾബ്. അപ്പൊ ഈ ഒരൊറ്റ ബൾബും കൊണ്ട് വേണം നമുക്ക് ഇവിടുന്ന് ഊരിയിട്ട് കൊലയമ്മ കൊണ്ടുപോയി വെക്കാനും. അപ്പൊ അവിടെ ഇപ്പൊ ബൾബില്ല. എന്നാ അമ്മമ്മ അതിൽ ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് വരി. അമ്മ ആ കൊയങ്ങിക്കണേ. ഞാൻ പറഞ്ഞാണ് വൈക്കൂലെങ്കിൽ നോമ്പ് തുറക്കാന്ന്, നോമ്പ് നോക്കരുത് എന്ന്. പൂതിയല്ലേ പറഞ്ഞിട്ട് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാനാ? ഡോക്ടർ പറഞ്ഞിക്കണേ. ഞാൻ ഉമ്മമ്മ ഡോക്ടർ പറഞ്ഞ കാര്യല്ലേ. ഇപ്പൊ ഉമ്മമ്മക്ക് അത്യാവശ്യത്തിനുള്ള നോമ്പ് കഴിച്ച് ഉമ്മമ്മ എടുത്തിക്കണേ. 5 നോമ്പ് ഇപ്പൊ ഉമ്മമ്മ എടുത്തിക്കണേ. അതെന്തോ നമ്മക്കറിയണ കാര്യല്ലേ. ഞാൻ ഒരു കാര്യം പറയാ, ആരും കുഴപ്പമില്ല. ഉമ്മമാന്റെ അവസ്ഥ ഞങ്ങൾ ഇവിടെ കാണുകയാണ്. നിങ്ങൾ കഴിച്ച് നിങ്ങൾ ഉമ്മമാന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി. അത് നോക്കിക്കാണി. എങ്ങനെ അതങ്ങനെ തന്നെയാണ്. പക്ഷെ ഉമ്മമാക്ക് ഇത്ര പ്രായതല്ല. അപ്പൊ ഉമ്മ ആ പ്രായത്തിനൊന്നും ബഹുമാനിക്കണം. അറിയോ? കരയാനൊന്നും പറ്റൂല. സോഡിയം കയറ്റുന്ന വേദന ഉമ്മമാക്ക് അറിയുന്ന കാര്യമാണ്. സോഡിയം അറിയില്ല. പഠിച്ചാനായിട്ട് അറിയില്ല. ഉറപ്പല്ലേ? ഉറപ്പായാ മതി. ഓക്കെ, ഞാൻ ഒന്നും പറയണില്ല ഗൈസ്. കഴിഞ്ഞ 22 നോമ്പ് 22ാമത്തെ നോമ്പിനാണ് ഉമ്മാക്ക് അവജാതിയായത്. ആണോ? അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു 3ാമത്തെ കൊല്ലം വേണം ഒരു പോയിരിക്കണം. 2 കൊല്ലം നോക്കിട്ട് കഴിഞ്ഞ കൊല്ലത്തെ നോമ്പിന് ഉമ്മ നോമ്പ് പറ്റിട്ടില്ല. കഴിഞ്ഞ പെരുന്നാൾക്ക് ഉമ്മ നോമ്പ് വെക്കലില്ല. ഇല്ല 2 കൊല്ലം നോറ്റിട്ടില്ല. കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് നോറ്റു. ഇല്ല ഇല്ല കഴിഞ്ഞ കൊല്ലം ഉമ്മ നോമ്പ് പറ്റിട്ടില്ല. 2 കൊല്ലം നോറ്റി. ഓക്കെ, അതെന്തേലും ആകട്ടെ. നമ്മള് നോമ്പ് തുറക്കാൻ ടൈം ആയിക്കണേ. ഇന്ന് കഴിച്ച് നമുക്ക് കട്ട്ലേറ്റ് ഇല്ല, അതേപോലെ തന്നെ സമൂസ ഇല്ല. പൊട്ടിച്ചോ? സമൂസ ഇല്ല. പക്ഷെ അത്യാവശ്യത്തിനുള്ള ഏറെ സാധനങ്ങൾ നമുക്ക് ഉണ്ടല്ലേ. നമ്മൾ അലിയാക്ക പോലെ അങ്ങോട്ട് പോയി നമ്മളിങ്ങോട്ട് വിളിച്ചാണ് കേട്ടോ. ഇല്ല ഒരു അവിടെ പോയിട്ട് ഓലിക്ക് തുറക്കണം എന്ന് പറഞ്ഞു. അല്ല പോയേ അത് അവിടെ പെരിയിൽ തുറവല്ല, അവിടെ പെരിക്ക് പോകണം പറഞ്ഞു പോയതാണ്. പട്ടിയാണ്. ആംബുലൻസ് ആണ്. എവിടുന്നേലും ഒരു പള്ളിയിൽ നിന്ന് ഒച്ചേട്ടാ മതി. നമ്മൾ നോമ്പ് തുറക്കും. മഴ നമ്മളെ കൊതിപ്പിച്ചുട്ടോ. മഴ പെയ്തില്ല, ചെറുതായിട്ടൊന്ന് ചാറിപ്പോയി. സാധനം വാങ്ങാൻ പോയപ്പോണ്ടല്ലോ മഴ ഒന്ന് ജസ്റ്റ് ചൂടിന് നല്ല കുറവില്ലേ? ഇന്നലെ പിന്നാണൊക്കെ എന്തൊരു ചൂടേനി. രാത്രി 2 മണിക്ക് നല്ല മഴ പെയ്തു. ഇന്നലെ രാത്രി 2 മണിക്കോ? ചാറില്, അതായത് പെരുമഴല്ല, ഒരു മീഡിയം. ഒരു നനയാൻ വേണ്ടിട്ടുള്ള ഒരു സാധനം. ആടെ പിന്നെ വേറൊരു കാര്യം പറയാണ്ട്. ഇത് പിടിച്ചാ ഗൈസ്, നമ്മളെ വണ്ടി ഇന്നും പാടുള്ളൂ കേട്ടോ. നാളെ നമ്മളെ വണ്ടി ഇല്ല. നാളെ നമ്മളെ വണ്ടി ഗൈസ് പോണത് വെച്ച് കഴിഞ്ഞാല് നമ്മളെ വണ്ടി പെയിന്റിങ്ങിന് കൊടുക്കുകയാണ്. നല്ലൊരു അടിപൊളി കളറും നല്ലൊരു അടിപൊളി ഡിസൈൻ ആയിട്ട് ഗൈസ് നമ്മള് ഇനി ഏകദേശം ഒരു 2 മാസത്തിന്റെ അടുത്തുണ്ടാവും. 2 മാസോ? 2 മാസം നമ്മളടുത്ത് വണ്ടി ഉണ്ടാവില്ല. 2 മാസം ഗൈസ് വണ്ടി നമ്മളിപ്പോ പഠിച്ചു. ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ രണ്ടാളും ചെയ്തു. പിന്നെ പുതിയ അതായത് പെയിന്റ് ഒക്കെ അടിച്ച് എല്ലാം മാറി വരുമ്പോഴത്തേന് നമുക്ക് ലൈസൻസും ആ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു വെക്കും വേണം. പിന്നെ നമുക്ക് അത്യാവശ്യ സാഹചര്യം അല്ല, വെറുതെ നമുക്ക് എങ്ങോട്ടേലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഗൈസ് ഇന്ന് വേറൊരാളെ വണ്ടി ഇവിടെ ഇറങ്ങുന്നുണ്ട്. അതാരാന്ന് നമ്മള് വ്ളോഗിൽ പറയാം. ഇന്ന് രാത്രി ഗൈസ് വേറൊരു വണ്ടിയും പാട് വരും. ഗൈസ് മുന്നേ അത് പൊട്ടിച്ചു. അത് കുഴപ്പമില്ല. മുന്നേ ഗൈസ് ഇന്നൊരു വണ്ടി എടുക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറ്റി നമ്മളെ പെരിയിൽ കഴിച്ച് ഇമ്മമ്മനെ നമ്മളെ തളർത്തി. നമ്മളത് പൊട്ടിപ്പൊളിഞ്ഞ വണ്ടി ഇമ്മമ്മ ഒരു തുരുമ്പുള്ളുന്നുണ്ടെങ്കിൽ അതെങ്കിൽ അത് ഇരിക്കണം. മനസ്സിലായോ? മുന്നേ വാങ്ങണവും പഴയത് തന്നെയാണ് ഇമ്മമ്മ. ഒരു പുതിയൊരു ഇപ്പൊ 2000. ഞാൻ ഒരു കാര്യം
ഒരു പുതിയൊരു കാറിന് എത്ര? ഇച്ച് കാറിന്റെ വിലയൊന്നും അറിയില്ല. അല്ല ഒന്ന് പറ. ഞാൻ പറഞ്ഞ തെറ്റി ഇച്ച് കാറിന്റെ ഉദാഹരണം പറയും. അതാണ് ചോദിച്ചത്. ഇപ്പത്തെ ഒരു മോഡല് പുതിയ വണ്ടിക്ക് എത്ര രൂപയാവും? ഉമ്മമാന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ മതി. പറയാം പുതിയൊരു കാറിന് എത്ര അത്ര പറഞ്ഞാൽ മതി. പൊന്നാര മക്കളെ ഞാൻ അതൊക്കെ വിട്. ഒരു പുതിയ കാറിന് എത്ര ആവും? ഉമ്മമാക്ക് തോന്നിയ റേറ്റ് പറഞ്ഞോ. ഏതായാലും 5-നും 10-നൊന്നും കിട്ടൂല. അറിയാം. അപ്പൊ അതറിയാം. 10 രൂപയൊക്കെ കിട്ടും. 10 ലക്ഷത്തിന് 7 ലക്ഷത്തിനൊക്കെ ചിലപ്പോ കിട്ടിയേക്കാരം. നമുക്ക് അറിയില്ല പുതിയ വണ്ടിക്ക് എത്ര പ്രൈസ്. നമ്മൾ ഇതുവരെ ഒരു പുതിയ വണ്ടി കിട്ടും. പുതിയ വണ്ടി നല്ല കഴിച്ച് പുതിയൊരു ഫോണും പുതിയൊരു ഫോൺ വാങ്ങിക്കണം. പോയി അപ്പൊ മനസ്സിലായോ? അപ്പൊ നമ്മളീ കുറഞ്ഞ നമ്മളെ കൂട്ടത്തിൽ അത്രയ്ക്ക് സാമ്പത്തിക ശേഷിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് കഴിച്ച് കുഞ്ഞിപ്പോ പൊട്ടി പൊളിഞ്ഞ വണ്ടിയോ ഓടാൻ പറ്റുന്ന സാധനമായാൽ മതി. നമ്മളെ ആവശ്യങ്ങൾ നടക്കണം, അത്രേ ഉള്ളൂ. നമ്മളെ ആവശ്യം എന്താണ്? നമുക്ക് എങ്ങോട്ടേലൊക്കെ ഒന്ന് പോകണം, നമ്മളെ സാധനങ്ങളും കൊണ്ടുപോകണം, നമ്മളെ പരിപാടികൾ നടക്കണം. അതാണ് നമ്മളെ ആവശ്യം. പുതിയതൊന്നും നമുക്ക് വേണ്ട. മനസ്സിലായോ? നമുക്ക് വേണ്ടതല്ല, അത്രക്ക് നമുക്കൊരു നല്ലൊരു പേരായിട്ട് നമ്മള് കഴിച്ച് ഒന്ന് സമാധാനത്തോടെ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളൊരു നല്ല വണ്ടി എടുക്കണ ഈ കാര്യം. എന്നിട്ടും കഴിച്ച് ഈ നാട്ടുകാരെ പരാതിയും പിന്നെ പെരക്കാരെ ഇതും ഒക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ശരിക്കും ഇറക്കാൻ വിചാരിച്ചിരിക്കണത്. ഇപ്പൊ നാട്ടിലേക്ക് ഇറങ്ങിയാൽ തന്നെ ഇതാ പോലും എടുത്ത വണ്ടി പറഞ്ഞിട്ട് അത് നമ്മൾ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. അത് നമ്മൾ ഫോട്ടോ കേൾക്കാം, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് കഴിച്ച് നമ്മളിപ്പോ നല്ലൊരു പെയിന്റ് ഒക്കെ അടിച്ചിട്ട് അതന്നെ അത്രേ ഉള്ളൂ. ഇല്ലോണ്ട് ഓണം പോലെ നമ്മൾ ബാങ്കത്ത് കൊടുക്കാത്തത് ടൈം കിട്ടിയോ? അതല്ല കഴിച്ച് ഓരോ പ്രാവശ്യം ഇനി അല്ല ഇനി 7 മണി വരെ ആവും. കൊടുക്കുന്നുണ്ട്. ടേബിള് കാലിയായി മൈക്കില് സാധനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ടേബിള് കാലി. നോമ്പ് തുറന്നേക്കിന് നല്ല തണുത്ത വെള്ളം കുടിച്ചതിന്റെ ഫീല്. വെള്ളം അറിഞ്ഞൂലേ? അപ്പൊ ബിരിയാണി വെറുതെ വെച്ചു. ഇല്ല, ബിരിയാണിന്റെ കേസ് നമ്മളത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. കാരണം എന്താ പറയാ, അത്രയും നേരം നമ്മളിപ്പോ കുറച്ച് കഴിയും ഫുഡ് കഴിക്കാൻ. ഇപ്പൊ ഇതൊക്കെ നമ്മൾ തിന്നില്ലേ? ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മളെ പരിപാടി പറഞ്ഞാൽ ഞാൻ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കല്. ഞങ്ങളവിടെ ഇവിടെ എങ്ങനെയാണ് എല്ലാവരോടും എങ്ങനെയാന്ന് കമന്റ് ചെയ്യുക. ചിലപ്പോൾ ചിലവര് ഇത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. അല്ല ഇങ്ങനത്തെ ഇതൊന്നും ഇല്ലെങ്കിൽ നേരത്തെ കുടിച്ചു. ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് എവിടെ ഇല്ലാത്തത്? എല്ലാ നോമ്പിനും ഫ്രൂട്ട്സ് ഉണ്ടാവും. എന്താ തോട്ടത്തിൽ കൊണ്ടിട്ട് പട്ടിയോ? ചെറുക്കുണ്ടല്ലോ നാളെ വൈകും വണ്ടി കഴിച്ചാണ് അവിടുന്ന് ഒച്ചേക്കുമ്പോ അങ്ങോട്ട് പോകും. പക്ഷെ അവിടെ ഉണ്ടാവില്ല, അപ്പൊ ഇങ്ങോട്ട് പോകും. അല്ലെങ്കിൽ ആളെ കാണൂല. പ്ലാസ്റ്റിക്കിന്റെ ഒച്ച എങ്ങനെ കൈമ കൂടെ എങ്ങനെ നടക്കുമ്പോ നഖം കെട്ടണ്ടേ? നഖം വെട്ടി കൊടുത്തേ. നഖം വലുതായിക്കണം കേട്ടോ. നമ്മള് പോയി നിസ്കരിച്ചിട്ടെ. ഇനിയിപ്പോ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് വേണം ഗൈസ് നമുക്ക് നമ്മളെ ബിരിയാണി ഗൈസ് അവിടെ ദമ്മിട്ട് വെച്ചിക്കണ്. അത് നമുക്ക് അമ്മമ്മ പൊട്ടിച്ചെടുക്കാൻ അതിനെ കുറച്ച് ടൈം ആയിക്കോട്ടെ. അപ്പൊ ഈ ഫ്രൂട്ട്സ് ഒന്ന് വളർന്നിക്കല്ലേ. അപ്പൊ ഗൈസ് ബാക്കി നമുക്ക് ബിരിയാണി തുറന്നിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ ഏറെ നേരം കാത്തിരുന്ന് നമ്മളെ ബിരിയാണി ചെമ്പ് നമ്മള് പൊട്ടിച്ചാൻ പോവാണില്ല അമ്മമ്മ. എന്നാ ബരി മുമ്പ് കിടക്കും ഗൈസ് നമ്മള് എടുക്കല് ഇത് കണ്ടില്ലേ നിങ്ങള്? ഇത് നമ്മൾ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. അതിന് പൊട്ടിച്ചുമ്പോ അതിനുള്ള ആവി പോകും അമ്മ. പിന്നെ ഇത് പെയിന്റ് ആക്കല്ലേ കേട്ടോ. ഇതേ എന്റെ മേത്താക്കല്ലേ കരിയാണ്. നിലത്തേക്ക് വെച്ചല്ലേ, നേരെ നിലത്തേക്ക് വെച്ചല്ലേ. ഒരു നിലത്തുനിന്ന് നമുക്ക് പൊട്ടി പറഞ്ഞെടുക്കാം, ഒന്നായിട്ട് വിളമ്പിട്ട് എടുക്കാം. അപ്പൊ വെച്ചാണ് ഗൈസ് ഇതുവരെ നമ്മൾ ഓപ്പൺ ആക്കി നോക്കി. തുറക്കി നോക്കട്ടെ എന്താ മട്ടത്. അതാ പുകയും തോന്നില്ലേ? പിന്നെ ഇതാണ് നമ്മള് ബിരിയാണി. മണുണ്ട് നിങ്ങൾക്ക് എന്റെ മൂക്കടക്കില്ല പഞ്ചറൊക്കെണ്ടാവും. മണം കിട്ടണമെന്നില്ല. കിട്ടില്ല. അതെന്താണോ ഇതിലെന്തോ സാധനം മിസ്സാകാത്തുണ്ടോ? കുറച്ചുണ്ട് കൂട്ടിക്ക് വെക്കണ്ട്. ഇറച്ചിമൊന്നും ചോറുമൊക്കെ മാറ്റിയേക്കാണ്ട് നോമ്പായോണ്ട് ടേസ്റ്റ് ഒന്നും നമുക്ക് നോക്കാൻ പറ്റിയില്ലല്ലോ. എന്താവുക ഗൈസ് ടേസ്റ്റ് നമുക്ക് അറിയില്ല. എന്തേലും കുറവുണ്ടോ നമ്മ ഗൈസ് കിളക്കാൻ പോവാണ്.
മിക്സ് ആക്കി മമ്മ മിക്സ് ആക്കി പരിപാടി മമ്മ കഴിക്കുന്നു. ചിക്കൻ എന്താ സെപ്പറേറ്റ് എടുക്കുക അതോ അതിന്റെ ഒപ്പം തന്നെ ഇളക്കണോ? അത് വേറെ അടിയിലല്ലേ ചിക്കൻ സെപ്പറേറ്റ് ആയി വെന്തോ കേട്ടാ. അത് വായൻ്റെ വെച്ചിട്ടില്ല ഉമ്മ? കൊയങ്ങി ഇവിടെ ആകെ കൊയങ്ങിക്കുന്നു. എല്ലാവരും കഴിഞ്ഞിരിക്കണം. ഇന്നലെ എന്താണ് നമുക്ക് നോമ്പ് തുറക്കാന്? 2 ദിവസമായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കഴിച്ച്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പത്തിരി. ഞങ്ങൾക്ക് എല്ലാവർക്കും പണി. ഇപ്പൊ നമ്മള് വ്ലോഗ് ഇട്ടിട്ട് കുറെ ദിവസമായി. 4-5 ദിവസമായി. ആ പണിയായിട്ട് കഴിച്ച് അതിന്റെ പിന്നാലെയാണ് നോമ്പിന് എന്തെങ്കിലുമൊക്കെ ബതിന്നാണ്. പിന്നെ ബിരിയാണി വെച്ചാണ് ഞങ്ങള്. അതെ നോൻ പറഞ്ഞ ഒന്നും തിന്നാൻ തോന്നൂലേ കൊയങ്ങിട്ട്. പിന്നെ എന്തെങ്കിലും തിന്നാനല്ല പൈപ്പ്. അങ്ങനെയാണ്. എന്നിട്ട് എന്താ കാര്യം? ആ ബാക്കി മതി. ബാക്കി മസാല ഇതായിക്കോട്ടെ. ആ ചിക്കൻ ഞാൻ വേറെ ഒന്നൊക്കെ കോരിയാട്ടാവാം. ഇറച്ചി ചോറ് തീ കൂടി മസാല ഈ പാത്രം കൊണ്ടിട്ട് പോവല്ലേ മമ്മ? നമുക്ക് അങ്ങോട്ട് ഇവിടുന്ന് എടുക്കല്ലേ? എന്നാ ഇവിടുന്ന് തന്നെ എടുത്തോളാം. ഞാൻ ഇവിടുന്നല്ല, ഇതിലോട്ട് പോവല്ലേ? കൊണ്ടുപോകാം മസാല എടുക്കട്ടെ. അതിൽ ആ കരി അടിക്ക്. വലിയ ചൂടൊന്നും ഇല്ലല്ലോ. ഇല്ലട്ടെ കൊണ്ടുപോയിട്ട് ചൂടില്ല. കൊണ്ടുപോയി ഞാൻ അവിടെ വരെ കൊണ്ടിട്ടുണ്ടല്ലേ അത്? നല്ല ചൂട് കഴിച്ചു. ആണോ? നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരക്ക. എന്നാ വരി മമ്മ. ഇനിയിപ്പോ അവിടെ മമ്മാന്റെ ആവശ്യമില്ലല്ലോ. പ്ലേറ്റ് കൊണ്ടേക്കണോ? പ്ലേറ്റ് ആ, നടന്നോളി മമ്മ നടന്നോളി. ചെല്ലി നടന്നോളി. ആരങ്ങള് ആ, അടിയിൽ പൂച്ച ഞാൻ പറഞ്ഞില്ലേ കഴിച്ച് ഇതിനെ കാണൂല. നീ കണ്ടില്ലേ? നേയാലും വായിക്കാണ് ഈ സാധനം നിക്കണത്. ഞാൻ കജ്ജോ കൊണ്ടിട്ടോ. ചോട്ടിയിട്ടില്ല, ജസ്റ്റ് ഒരു കാല് തട്ടിന്നില്ല ഇതില്. ഞാൻ കണ്ടേ ഇതിനെ കാണൂല കഴിച്ച്. ഇനി നമ്മളെ സെന്ററിലൊന്ന് ഇറക്കി ചിക്കൻ ഞേ വെള്ളക്കുപ്പി എടുത്തോളിട്ടാ. അതിനുള്ളത് ഞാനവിടെ കൊടുത്തു. അനുവാ കുപ്പി വെള്ളം എടുത്താ പിടിച്ചിരുന്നു. എന്നാ ചെല്ലി ഇമ്മ തിരിച്ച് നടക്കി. പിന്നാലെ ഇരുന്നുണ്ടോ? ഇല്ലല്ലോ. അടച്ചക്കറി പാത്രം എടുത്തോ ചോറ്. അടച്ചൊക്കെ ഒന്നും വേണ്ടല്ലോ. നമ്മളെ തിന്നല് തുടങ്ങിയല്ലേ? ആയിക്കോട്ടെ ഒക്കെ നമ്മൾ പാത്രം എടുത്തോ. നമ്മളെ ചർലാസ് എവിടെ? ചർലാസ് ചമ്മന്തി. ഗ്ലാസും തണുത്ത വെള്ളത്തിൽ കുപ്പി അതൊക്കെ എടുത്ത് പോന്നോളിമ്മ. നമ്മൾ 4 ആളല്ലേ ഉള്ളൂ. പിന്നെ 5 ഇത് അതൊന്നും മറച്ചൊക്കെ എടുത്ത കീരമാണെങ്കിൽ അമ്മ ഒരു കയ്യിൽ കൊണ്ടിട്ട് എടുക്കാന് മേടിച്ച എന്നാ ഇവരെ എല്ലാരെയും പാടും ഇങ്ങോട്ട് കൊണ്ടുവരലാണ് ഏറ്റവും വലിയ ചടങ്ങ്. ഫുഡ് ഉണ്ടാക്കാൻ ഇത്രക്ക് പണിയില്ല. ഇവരെ എല്ലാരെയും ഉണ്ടാക്കിയ സാധനം തിന്നാനാണ് ഭയങ്കര പണി. അടുക്കളയ്ക്ക് ഒരു മണ്ടല ഉണ്ടോ അവിടുന്ന് പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ ഇത്ര പണിയില്ല കേട്ടോ. എല്ലാരും അവിടെ പോയി ആട്ടി തുളച്ച് ഇമ്മമാനെ അവിടെ കൊണ്ടുവന്ന് എടുത്ത് വെക്കും. എന്നിട്ട് ഈ ഉമ്മാനെ കൊണ്ടുവരാൻ വേണ്ടി അവിടെ പോകും. അപ്പൊ ഇതിനെ അങ്ങോട്ട് ഇമ്മമ്മ താ പോണം അങ്ങോട്ട്. അതാണ് സ്ഥിതി. അതാണ് എന്തിനാ ഈ വതിയൊക്കെ കൊണ്ടുവന്നതിന്റെ പൊന്നും ആ ഇമ്മമ്മ ഏറ്റി കൊണ്ടുവന്നാണത്. ഇടുക്കി മണ്ടി ക്ലാസ് ഒക്കെ ഉണ്ടോ? ഗ്ലാസ് എന്തിനാ? കുപ്പികളല്ലേ? നിക്കട്ടെ. അയ്യോ നടക്കല്ലേ ഒന്നുകൂടി ചോറ് ഇങ്ങനെ ഇതാക്കിയിടാന് അത് കുഴപ്പമില്ല. മസാല കൂട്ടി അപ്പൊ അതൊന്നും വള്ളം കളഞ്ഞില്ല. കുറച്ച് ഇടാ ഞാൻ തിന്നൂടെ അങ്ങട്ട് തിന്നോ ആരെ നോക്കണേ? ചള്ളാസിന്റെ അവസ്ഥ നോക്കി മറ്റേ അരിച്ചെടുത്ത ചള്ളാസാണ്. കുഴപ്പമൊന്നുമില്ലല്ലേ? സെറ്റ് ആക്കിയല്ലേ? അത് എന്താ അത് നമുക്ക് അറിയാത്തോണ്ടാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റാക്കാം. പ്രതീക്ഷിച്ചിട്ടില്ലേ? ഭയങ്കര മൂർച്ചാണ് അതിന്. ഇതായത് ചൂട് ഇത്ര ചെറുത്. ഞാനേക്ക് കോരിയാണ് വേണമെങ്കിൽ എടുക്കാലോ. സ്റ്റൂളോ ഇതിലിരുന്നോളി. ഞാൻ ഒരാളപ്പുറത്തേക്ക് ഇരുന്നാ പോയി. നമ്മളെങ്ങനെ തുറക്കാതിരുന്ന എങ്ങനെ? ആ സ്റ്റൂള് ഞാൻ നിസ്കരിച്ചാൻ കൊണ്ടുപോയി. അവിടെയാണ് പറ്റിയത്. അങ്ങനെ നിസ്കരിച്ചാൽ വളമ്പല് തുടങ്ങിയിരിക്കണം ഇവിടെ അമ്മ. കൊണ്ടാ ഇരിക്കണം. ഇരിക്കെ എന്നാ ഇനി ഇമ്മ ഇരുന്നാണ്. നീ നിക്കല് നിർത്ത്. ഇരിക്ക്. ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ എടുത്ത് തിന്നോണ്ടിരിക്കും. ഇരുന്നിട്ട് തിന്നിട്ട് എങ്ങനെയുണ്ട് നമ്മളെ ഇന്നത്തെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇമ്മ തിന്നാണി ചവച്ചാണി നോക്കട്ടെ. എന്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്യേ? അപ്പോഴല്ലേ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാം. അത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്യും. പേരൻസ് ഫസ്റ്റ്. പോട്ടെ അമ്മമാരുടെ തൊള്ളിന്ന് ആദ്യം പോട്ടെ. അടിപൊളിയാണ്. അടിപൊളിയാണ്. എന്താ അടിപൊളിക്കൊരു കാനം? അതല്ല നല്ല രസമുണ്ട്. എന്ത് ഒന്നും ടേസ്റ്റ് ചെയ്യാതെ ഇട്ട് നല്ല രസമുണ്ട്. ആ അതുകൊണ്ടാണ് നല്ല രസമുണ്ട്. പൈച്ചിരിഞ്ഞ് കുത്തിരിക്കല്ലേ? പാകം ആണോ? ആണോ? എന്താ എന്റെ അവസ്ഥടാ? രസമുണ്ട് സാധനം. വിചാരിച്ച മൈക്കല്ല അല്ലേ? ചെറിയപ്പന് ഓൽക്ക് വന്ന ബിരിയാണി എന്താണില്ലേ? സത്യം ഓല് പോയില്ലേ? പൂമോളെന്താ ഫ്രിഡ്ജിൽ കൊണ്ടു കൊണ്ടുപോയോ? കേക്ക് പോവും. ഞങ്ങൾ 8 മണിയാകുമ്പോ പോവും. ഞങ്ങളിപ്പോ ഇറങ്ങാനും കൂടി നിൽക്കണം താത്താന്റെ പരിപാടിന്റെ അല്ലേ? ഒരു പ്രശ്നം എന്താ എങ്ങനെയാണ് ഈ ബർത്ത്ഡേ താത്താനെ മാത്രല്ല
ഈ മാസം ആദുവിന്റെ ചെറിയാപ്പൂന്റെ ഷെഫീഖിന്റെ താത്താന്റെ 4 ആൾ ബർത്ത്ഡേ കഴിച്ച് 4 മാസം ഒരു ഒറ്റ മാസമാണ്. അതുകൊണ്ട് എല്ലാവരും പാടെ ഒരൊറ്റ അടിക്കാണ്ട് ക്ലോസ് ആയി. എല്ലാവർക്കും സാധനങ്ങളുണ്ട്. ചെറിയാപ്പൂനുള്ള വാച്ച് ഉണ്ട്, പിന്നെ അതേപോലെ താത്താക്കുള്ള ഡ്രസ്സ് ഉണ്ട്, ആദുവിനുള്ള ചെരുപ്പുണ്ട്. ഞങ്ങളെ കൊണ്ടുപോകാത്തെ എങ്ങനെ പോവാ? അപ്പൊ നമ്മളെ വണ്ടിയില്ലേ പോന്നൂട് ഉണ്ട് പോന്നൂട് പോവാ അതിന് പത്താം ഇത് കഴിയട്ടെ നമ്മള് തിന്നല് കേട്ടെ എന്നിട്ട് പോവാ അല്ലേ? ഓക്കെ ഗൈസ്, നമ്മളിനി ഫുഡ് കഴിക്കാൻ നോക്കട്ടെ. ഫുഡ് കഴിച്ചിട്ടുണ്ട് മേടെ പോവാ. പിന്നെ ഇന്ന് രാത്രി മുന്നേന്റെ വണ്ടി വരും, അതിന് നമുക്ക് പോകണം, എടുക്കാനും പോണം. ഒരുപാട് പണിയുണ്ട് ഇന്ന് അല്ലേ? എന്നാ അതിന്റെ പേരാ മമ്മ എല്ലാവരോടും നോമ്പിനെ പറ്റിയിട്ടൊക്കെ പറയും. നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ട്? യാതൊരു കുഴപ്പമില്ല, യാതൊരു ഇച്ചിരി കുഴപ്പമില്ല. അതേമാതിരി എല്ലാവർക്കും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എന്നാ എല്ലാവർക്കും അസ്സലാമലൈക്കും പറഞ്ഞു. എല്ലാവർക്കും അസലമായിട്ട് വരുമ്പോ പറയുമോ ഇനിയിപ്പോ എങ്ങനെ കൊടു വേനൽക്ക് നോലുമ്പ് വെച്ചാൽ പഠിച്ചതിനെ അറിയാം. എവിടെ നോലും വന്നാൽ അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. ആയിക്കോട്ടെ, നമുക്ക് കാണാം അല്ലേ? പിന്നെ നിങ്ങളവിടെ മഴ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ഓക്കെ, ആ ചൂടിനുണ്ടെങ്കിൽ ചെറിയൊരു ആശ്വാസം കിട്ടാൻ മഴയും വരില്ലേ. അതാണ്. എന്നാ സലാം പറഞ്ഞോളാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, എല്ലാവർക്കും അസ്സലാമലൈക്കും. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.